قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കൾ, അല്ലാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപത്തുള്ള മരണത്തെപ്പറ്റി ഓർത്തു മരണശേഷം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു കണക്കാക്കിയിട്ടുള്ള 6 അടി മണ്ണിൻ്റെ അടിയിലുള്ള ഒറ്റപ്പെട്ട ഇരുട്ട് നിറഞ്ഞ പ്രയാസമേറിയ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചു. ഉടുതുണിയില്ലാതെ നഗ്നപാതരായി, പുരുഷന്മാരാണെങ്കിൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതത്തെപ്പറ്റിയുള്ള തീക്ഷ്ണമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നിലനിർത്തിയുമൊക്കെ ജീവിക്കണമെന്ന് നിങ്ങളുടെയൊക്കെ ഒരു കൂടപ്പറപ്പ് എന്ന നിലക്ക് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി കിടക്കുമ്പോൾ പല ദിക്റുകളും ദുആകളും പല സൂറത്തുകളും ഓതാറുണ്ട്. അതിൽ എല്ലാവരും കേൾക്കെ, അഥവാ ഭാര്യയും മക്കളും ഒക്കെ കേൾക്കുമാറ് ശബ്ദത്തിൽ ഒരു പ്രാർത്ഥന പറയും. മറ്റതൊക്കെ പതുക്കെ പറയും. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅവിയ. ഇത് കുറച്ച് ഉറക്കെയാണ് പറയാം. അതെല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. അവനാണ് നമ്മളെ ഭക്ഷിപ്പിച്ചത്, വെള്ളം കുടിപ്പിച്ചത്. ആ തിന്നത് കൊണ്ടും കുടിച്ചത് കൊണ്ടും മതിയാക്കി തന്നവനും അവൻ തന്നെയാണ്. ആവാന, കൊച്ചു സൗകര്യം കുറഞ്ഞതെങ്കിലും ഇങ്ങനൊരു വീട് പടച്ചവനാണല്ലോ നമുക്ക് തന്നത്. ഇത് കിട്ടാത്ത മനുഷ്യന്മാരെത്രണ്ട് ദുനിയാവിൽ എന്ന് പറയാറുണ്ട്. നമ്മളെല്ലാവരും ഈ നോമ്പ് തുറന്ന് അവനവൻ്റെ വീട്ടിലേക്കാണ് പോവുക. നമ്മളെ ജില്ലയിൽ പുറത്തൊരു ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് 25 കൊല്ലമായി. ഒരു മദ്രസയിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറുണ്ട്, അധ്യാപിക. വീടില്ല, വാടക വീട്ടിലാണ് താമസം. 2 കുട്ടികളിൽ ഒരാൾക്ക് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്. അപ്പോൾ ചില ആളുകൾ കൂടിയിട്ട് സ്ഥലം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം വീട് വെച്ചിട്ട് വില വെക്കണം. അപ്പം അതിനൊരു സഹായം ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ പറഞ്ഞു പോകുന്നത്. റമദാൻ അവസാനിക്കുകയാണ്. നോമ്പിന് 5 പേരുകളാണ് റമദാൻ മാസത്തിന് ഒറ്റ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത്. അതിലൊന്ന് ഷഹറുൽ മുവാസാത്ന, പരസ്പര സഹായം. വ്യക്തികളാണെങ്കിലും സംഘടനകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചോദിച്ച് വരികയുള്ള മാസമാണിത്. അതുകൊണ്ട് അവസാനത്തെ 10 അവസാനത്തെ ഞായറാഴ്ചയാണ്. ഒരു പക്ഷേ നമ്മളെ ക്ലാസ്സിലും അവസാനത്തെ ക്ലാസ്സായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആ കുടുംബത്തെ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ ആദ്യമായി ആമുഖമായി ആവശ്യപ്പെടുകയാണ്. ഒരു വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണവും സമയവും ശ്രദ്ധയും വേണ്ടി വരുന്നത് അതിൻ്റെ ഫിനിഷിംഗ് വർക്കിലാണ്. ഒന്ന് വാർത്തിടാൻ തോനെ പൈസയും വേണ്ട, അധികം സമയം വേണ്ട. പക്ഷെ വാർത്തിട്ട ബിൽഡിങ് താമസയോഗ്യമാക്കണമെങ്കിൽ പൈസ തികച്ചാൽ തരില്ല, നല്ല ശ്രദ്ധയും വേണ്ടിയാണ്. ഒരു പക്ഷേ വാർത്തപ്പുണ്ടായ ചെറിയ ചെറിയ തകരാറുകളൊക്കെ ഫിനിഷിംഗ് വർക്കിൽ നമുക്ക് തീർക്കാനും കഴിയും. റമദാനിനെ ഒരു ബിൽഡിങ്ങിനോട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്കിലാണുള്ളത്. ഏറ്റവും ശ്രദ്ധയും സമയവും അധ്വാനവും വേണ്ട സമയം എന്നർത്ഥം.
സ്കൂളിൽ പഠിക്കുമ്പോൾ കൊല്ലത്തിലൊരിക്കൽ സ്പോർട്സ് ഡേ ഉണ്ടാവും. 100, 200, 400, 1500 മീറ്റർ ഓട്ടം ഉണ്ടാവും. അത് ഗ്രൗണ്ടിൽ ഇങ്ങനെ റൗണ്ടിൽ ട്രാക്ക് ഇട്ടിട്ടാണ് ഓടുക. അതിൽ 4 ആളെ നിർത്തി 1, 2, 3 എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നടക്കലാണ്, നടന്നിങ്ങനെ പോലെ. ഓരോ റൗണ്ട് കഴിയുമ്പോഴും സ്പീഡ് കൂടി വരും. അവസാനത്തെ റൗണ്ടിൽ സർവശക്തി എടുത്തു വരും. റമളാനിനെ ഒരു മത്സരമായി, ഓട്ട മത്സരമായി സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അവസാനത്തെ ട്രാക്കിലും അവസാന സമയത്തുമാണുണ്ടാവും. സ്കൂളിൽ പണ്ട് 3 പരീക്ഷ ഉണ്ടാകും. ഒന്ന് കാക്കൊല്ലം, അരക്കൊല്ലം, കൊല്ലപ്പരീക്ഷ. നമ്മളേറ്റവും ഭയപ്പെടലും ഒരുങ്ങലും പരിഗണിക്കലും സത്യത്തിൽ ഫൈനൽ പരീക്ഷയാണ്. എങ്കിൽ റമളാൻ്റെ ഫൈനൽ പരീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു ഇബാദത്ത് ചെയ്താലുള്ള കൂലി നമുക്കെല്ലാവർക്കും അറിയാം. നമസ്കരിച്ചാലുള്ള കൂലി, നോമ്പ് നോറ്റാലുള്ള കൂലി, ഇത്തികാഫിൻ്റെ കൂലി, ലൈലത്തുൽ ഖദറിൻ്റെ കൂലി, സദഖൻ്റെ കൂലി, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയില്ല. ഏതാണെന്നറിയാം? ആ ഇബാദത്തെങ്ങാനും അള്ളയും റസൂലും പറഞ്ഞ രൂപത്തിൽ നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന അപകടത്തെപ്പറ്റി അധികം ആളുകൾക്കും അറിയില്ല. ഉദാഹരണം, നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി എല്ലാവർക്കും അറിയാം. പക്ഷെ ആ നമസ്കരിക്കാൻ വരുന്ന ആളുകൾ ഈ പള്ളിയിൽ ഇപ്പം നമ്മൾ അസർ നിസ്കരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ പള്ളീൻ്റെ പുറത്തേക്ക് ചെരുപ്പ് ഇട്ടാട്ട് ഇറങ്ങുമ്പോൾ 2 വിഭാഗമായിട്ടാണ് ഇറങ്ങിപ്പോവുക. ഏതാണ് 2 വിഭാഗം? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ഓരോ ഘട്ടത്തിൻ്റെയും ആന്തരികവും ബാഹ്യവുമായ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിരുത്തി സലാം വീട്ടുന്നത് വരെ ശ്രദ്ധിച്ച് നിസ്കരിച്ച മനുഷ്യൻ ഈ പള്ളീൻ്റെ പുറത്തേക്ക് ചെരുപ്പിടുമ്പോൾ അവൻ മുഅ്മിനാണ്. എന്നാൽ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഖാദിഊഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. സൂറത്തുൽ നിസായിൽ അല്ലാഹ് പറഞ്ഞു, നിസ്കരിക്കാൻ നിൽക്കുന്ന ആള് അള്ളാഹിനെ പറ്റി ചിന്തിക്കാതെ അലസമായി നമസ്കരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ടാലോ ഓ മുനാഫിഖായിട്ടാണ് പോണത്. ഇത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? കൈയെട്ടുമ്പോൾ റബ്ബേ, ഞാൻ വന്നത് മുഅ്മിനായിട്ടാണെങ്കിൽ ഈ നമസ്കാരമെങ്ങാനും ഞാൻ നിസ്കരിച്ചത് ഭയഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഞാൻ ആരെ കൂട്ടത്തിലാ പെടുക? ഇത് പലപ്പോഴും നമസ്കരിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കാറില്ല. അത് ചിന്തിക്കണം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു 4ാം ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ ഭർത്താവ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിറം പോലും മാറിപ്പോകുന്ന. നമ്മളിപ്പം തറാവീഹ് നിസ്കരിച്ച് വീട്ടിൽ ചെന്ന് റൂം തുറന്നാട്ട് കയറിയപ്പം ബെഡിലൊരു പാമ്പ് ഇങ്ങനെ കിടക്കണമെന്നാൽ നമ്മളെ പെണ്ണുങ്ങൾ കണ്ടാൽ വെളറി വെളുത്തു പോകും. അതാണ് ഫസ്ഫിറു ലൗനി ഖീഫതൻ വ മഹാബതൻ മുജീബൻ ലിമൗലാ ജല്ല ലൈസ ലഹുൽ മിത്ലു. അലി അള്ളാഹുവിനോട് ചോദിച്ചു ജനങ്ങൾ, ബാങ്ക് കൊടുത്തതിൽ ഇങ്ങനെ ബേജാറാണോ? ഒതുണ്ടാക്കി നിസ്കരിച്ചാൽ പോലെ? അത് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം നിമിഷ കവിയാണ്, അദ്ദേഹം സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നഹ്ജുൽ ബലാഗ എന്ന പേരിൽ നമുക്ക് കോഴിക്കോട് അങ്ങാടിന്ന് വാങ്ങാൻ കിട്ടും. ഈ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ അടുത്ത് എൻ്റെ റസൂല് പോയി വാങ്ങിക്കൊണ്ടോന്നൊരു ഇബാദത്താണ് നമസ്കാരം. ആടെ പോയി വാങ്ങിക്കൊണ്ടുവന്നതാ, വേറെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തതാ, ഹജ്ജ് ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തതാ, നോമ്പ് ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തതാ, സക്കാത്ത് ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തതാ. നിസ്കാരം ആടെ പോയി വാങ്ങിക്കൊണ്ടുവന്നതാ. ആ നിസ്കാരം അള്ളാഹ് പറഞ്ഞ കോലത്തിൽ എങ്ങനെയാണ് ഇപ്പം ഞാനത് പൂർത്തിയാക്കുക എന്ന് ആലോചിച്ചിട്ടിൻ്റെ ബേജാറ് കൊണ്ടാണ്. കാരണം എന്താ അറിയുമോ? നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വിഭാഗമാണ്. ഇതാരും ചിന്തിക്കാറില്ല. നോമ്പ്, സക്കാത്ത് കൊടുത്തോന്ന് ചോദിച്ചാൽ ഒന്നിൽ കൊടുത്ത് അല്ലേ കൊടുത്തില്ല, 2 മറുപടി ഉണ്ടാവുക. കൊടുത്തില്ല എന്ന് പറഞ്ഞവനെ വിളിച്ച് ചോദിച്ചു നോക്കേണ്ടി, ഈ എൻ്റെ വരുമാനം എൻ്റെ ചെലവും ഒക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ ചേർത്ത് വെച്ച്
ഞാൻ ഇക്കൊല്ലം 5 പൈസയും കൊടുക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ കൊടുക്കാത്തതെന്ന് വെച്ചാൽ അതൊന്നുമില്ല, ഓൻ കൊടുത്തില്ല, അത്രേ ഉള്ളൂ. നീ കൊടുത്തോനെ വിളിക്കും. നീ എൻ്റെ സമ്പത്തിൻ്റെ എല്ലാ പരിശോധിച്ച് ഇക്കൊല്ലെങ്ങാനും നമ്മളെ പെണ്ണുങ്ങളെ സ്വർണത്തിൻ്റെ സക്കാത്ത് ഇറങ്ങിക്ക പള്ളിക്കാണ്ട് കിട്ടിയ പൈസ വെക്കാൻ ഉണ്ടാവില്ല. എത്ര റുപ്യ കിട്ടിയെന്ന് കമ്മിറ്റിക്കാർ ചോദിച്ചു കേട്ടോ. എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളെ സ്വർണത്തിന് സക്കാത്ത് കൊടുത്തണോ? കേരളത്തിൽ ഈ കൊല്ലം മുസ്ലിം സ്ത്രീകൾ അവരുടെ സ്വർണത്തിൻ്റെ സക്കാത്ത് കണക്ക് തീർത്ത് കൊടുത്താലുണ്ടല്ലോ പൈസ വെക്കാൻ ഉണ്ടാവില്ല. അതാ സ്വർണത്തിന് അത്രയും വില. അപ്പോൾ 999 ജനുവരി 27-നായിരുന്നു എൻ്റെ വിവാഹം. അന്ന് എൻ്റെ ഓള വാപ്പ ഞാൻ ചോദിക്കാതെ ഒരു നാട്ടു നടപ്പ് എന്നുള്ളവർക്ക് ഒരു 15 പവൻ ആഭരണം അവർക്ക് കൊടുത്തിരുന്നു. ഞാൻ എൻ്റെ അനുഭവമാണ്. പിറ്റത്തെ കൊല്ലം ജനുവരി 26-ന് മഗ്‌രിബിൻ്റെ മുമ്പ്, 27 അല്ല 26-ന് മഗ്‌രിബിൻ്റെ മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടിയിരുന്ന് ബാപ്പ എത്ര തന്നത് നമ്മൾ ചോദിച്ചിട്ടാവട്ടെ ചോദിക്കാട്ടാവട്ടെ. അപ്പോൾ ഓള് പറഞ്ഞു കൂടി 10-15 പവനുണ്ട്, നല്ല കണക്ക് കൂട്ടിയിട്ട് സക്കാത്താട് കൊടുത്തില്ലെങ്കിൽ പിറ്റത്തെ കൊല്ലം ജനുവരി 27-ന് എൻ്റെ പേര് മുശ്രിക്ക് എന്നാണ്. ഇതാർക്കെങ്കിലും അറിയോ? സൂറത്ത് ഖുർആനിൽ 2 വിഭാഗത്തെയാണ് മുശ്രിക്ക് എന്ന് പറഞ്ഞത്. ഒന്ന് ആ പദത്തിൻ്റെ അർത്ഥം പോലെ ബഹുദൈവ വിശ്വാസീന. രണ്ടാമത് അല്ലാഹ് മുശ്രിക്ക് എന്ന് പറഞ്ഞാരെ അല്ലദീന ലാ യുതൂന സകാത്ത വവൈലുൽ ലിൽ മുശ്രിക്കീൻ. സൂറത്തുൽ മുസല്ലത്ത് നോക്കി വെക്കണ്ടി. വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുതൂന സകാത്ത. അവർ സകാത്ത് കൊടുക്കാത്തവരാണ്. ഇത് വിവാഹ വാർഷികം ആഘോഷിച്ച് അതിന് മുട്ടായി അങ്ങോട്ട് കൊടുത്ത് മുട്ടായി ഇങ്ങോട്ട് വാങ്ങി അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഏതെങ്കിലും മുസ്ലിം ദമ്പതികൾ പരിശോധിക്കാറുണ്ടോ? ഇല്ല. നോമ്പ് നോറ്റാനുള്ള കൂലി നമുക്കറിയാം. നോമ്പ് പാളിപ്പോയാലോ? നോമ്പ് പാളിപ്പോയാലോ? നോമ്പ് നോറ്റോലെ പറ്റിയാ പറഞ്ഞോ. എത്ര നോമ്പുകാരുണ്ട്? ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലമ. അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ദാഹവും വിശപ്പും മാത്രമേ ഉള്ളൂ. ഇതേ മനസ്സിലായത് ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല, ഒരു മണി വെറ്റി തിന്നിട്ടുമില്ല. എന്നിട്ട് എന്തേ നോമ്പ് പാളിപ്പോയത്? നമ്മൾ 24ഓളം പിന്നെ നോമ്പ് തുറന്നല്ലോ സഹോദരന്മാരെ. ഏതെങ്കിലും ദിവസം നോമ്പ് തുറക്കുമ്പോൾ പടച്ച റബ്ബേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ വിശപ്പും ദാഹവും മാത്രമുള്ളൊരു നോമ്പുകാരനായിട്ടാണോ എൻ്റെ നോമ്പ് പറക്കണത് നമ്മളാരും ചിന്തിച്ചിനോ? ഇല്ല. തറാവി എത്ര രാത്രി നമസ്കാരക്കാരുണ്ടെന്നറിയോ? രാത്രി നന്നാൽ ചിലപ്പോൾ അർദ്ധരാത്രി നീട്ട് ദീർഘമായി നമസ്കരിക്കുന്ന ആളുകളുണ്ടാവും. ഇമാമിൻ്റെ കൂടെ ഇഷാൻ്റെ ശേഷം തറാവി കൂടുന്ന ആളുകളുണ്ടാവും. ഒറ്റക്ക് വീട്ടിൽ പോയി മുസാബ് എടുത്ത് പിടിച്ച് ദീർഘമായി ഓടുന്ന ആളുകളുണ്ടാവും. എല്ലാരെ പറ്റി അല്ലാഹു റസൂൽ പറഞ്ഞത് ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. ഓൻ്റെ ഉറക്കാട് പോയി എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിഞ്ഞീന് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ പരലോകത്ത് കാര്യമില്ല. നമ്മൾ ആരെങ്കിലും തറാവി നിസ്കരിച്ച് പുറത്തേക്ക് ചെരുപ്പിട്ടിറങ്ങുമ്പോൾ പടച്ച റബ്ബേ അപ്പറഞ്ഞ കൂട്ടത്തിലാണോ ഞാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണ്ടേ? ഹജ്ജ് ഈ കൊല്ലത്തെ ഹജ്ജിന് പൈസ സ്വീകരിക്കാൻ തുടങ്ങിയെന്ന് പത്രത്തിൽ കണ്ട് ഇതുണ്ടായത്. പോണം, ഇക്കൊല്ലം അവിടെ നിൽക്കട്ടെ, പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ദുനിയാവിൻ്റെ എന്തോ ഒരു അലസത, അതായത് അത് കുറച്ച് കഴിഞ്ഞ് പോയാലും മതിയല്ലോ എന്ന നിലക്ക് ഒരാൾ ഹജ്ജ് മാറ്റി വെച്ചാൽ എന്താ അപകടം അറിയങ്ങൾ? അടുത്ത കൊല്ലത്തിൻ്റെ ഹജ്ജിൻ്റെ മുമ്പ് മരിച്ചു പോയി നിൽക്കുക എങ്കിൽ അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ടാണ് മരിക്കുക എന്ന് ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന് പറഞ്ഞതും മദീനത്തെ മിമ്പർമെന്നാണ്. ഇത് ഹജ്ജിനെ മാറ്റി വെച്ചപ്പോൾ നമ്മളെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇബാദത്തിൻ്റെ കൂലി മാത്രം ആലോചിച്ച് കുത്തിരിക്കരുത്. അതെങ്ങാനും നിർവഹണത്തിൽ പാളിപ്പോയാൽ വരാവുന്ന അപകടത്തെപ്പറ്റി ചിന്തിക്കണം. എങ്കിൽ നമ്മൾ ഈ മാസം ചെയ്ത നോമ്പടക്കമുള്ള ഇബാദത്തിൻ്റെ എല്ലാ കേടുകളും തീർക്കേണ്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് രണ്ടാമതായി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി സഹോദരന്മാരെ,
മരണവും മരണാനന്തര ജീവിതമൊന്നും അറിയാത്ത ആളുകളല്ല നമ്മൾ. ഇത് ഒരു പ്രസംഗമായിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട വിഷയമാണ് എനിക്കത് തോന്നണമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ ഈ മരണബോധം, മരണഭയം, മരണാനന്തര ജീവിതം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ. ഒരു വിശ്വാസി, ഒരു മനുഷ്യനൊരു വിശ്വാസി, അവൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് മരണത്തെപ്പറ്റി സ്വന്തം ഓർമ്മപ്പെടുത്തിയിട്ടാണ്. ഞാൻ നിങ്ങൾ ഇനിയല്ല, ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും മരണത്തെപ്പറ്റി പറഞ്ഞിട്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. എണീറ്റാൽ ഉണർന്നാലുള്ള ആദ്യത്തെ ദുആ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന. ബാക്കി എന്താ? വ ഇലൈഹിൻ നുശൂർ. അവനിലേക്കൊരു മടക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. ഇനി ഒരു ദിവസം അവസാനിക്കുന്നതോ ഉറക്കിൻ്റെ എല്ലാ മര്യാദയും ദിക്റും ദുആയും ഒക്കെ ചൊല്ലി അവസാനം വലത് കൈ വലത് കവിളിൽ വെച്ച് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ പ്രാർത്ഥന, റബ്ബി ഖിനി അദാബക് യൗമ തബ്അതു ഇബാദക്. നീ നിന്റെ അടിമകളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പം റബ്ബേ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ കാക്കണേന്നാണ്. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതും ഒരു ദിവസം ഒടുങ്ങുന്നതും മരണത്തെപ്പറ്റി ഓർത്ത് കൊണ്ടാണ്. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുക? നമുക്ക് തീരെ ഓർമ്മയില്ലാത്തൊരു സംഗതി മരണമാണ്. നമ്മുടെ വീട്ടിലെ, നമ്മുടെ ജീവിതത്തിലെ അജണ്ടയിൽ കടന്നു വരാത്തൊരു സംഗതിയാണ് മരണം. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയത്ത് കണ്ണൂരിന്നോ തൃശ്ശൂരിന്നോ ഒരാൾ അന്വേഷിച്ച് വന്നു നിൽക്കുക. ഭാര്യ കയറിയിരിക്കാൻ പറയും. ഭർത്താവ് അങ്ങാടി പോയപ്പോൾ ഭർത്താവിനെ വിളിക്കുക, നിങ്ങളെ തേടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ വരാടി ഇരിക്കും, ഇപ്പോൾ വരാമെന്ന് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജ്യൂസോ വെള്ളം കൂട്ട കൊടുക്കുക, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? ഭാര്യ എന്ത് ചെയ്തു? നല്ലൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി ഇയാൾക്ക് കുടിക്കാൻ കൊടുത്തു. അത് കുടിക്കാൻ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊന്ന് മൂത്രം വയ്ക്കണം, 2-3 മണിക്കൂർ ബസ് കുത്തിരുന്നിട്ട് ബസ്സിലാണ് വന്നത്. അപ്പോൾ മൂത്രത്തിൽ കാണിച്ചു കൊടുത്തു. ഇവൻ അവിടെ പോയി പ്രാഥമിക ആവശ്യം നിർവഹിച്ചു. ആദ്യം ഇരുന്ന സോഫയിൽ അവിടെ വന്നിരുന്നിട്ട് പറയാണ്, താത്തേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടായത് എന്ന് നമ്മളെ വീട്ടിൽ വന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ എന്ത് അടയാളമാണ് നമ്മുടെ വീട്ടിലുള്ളത്? മരണം ഓർമ്മ വരുന്ന എന്ത് അടയാളമുണ്ട് നമ്മുടെ വീട്ടിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എന്ത് അടയാളമുള്ളത്? ഞങ്ങളുടെ നാട്ടിൽ വീടുദ്ഘാടനത്തിന് കുടിയിരിക്കൽ എന്നാ പറയാ. ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല. കുടിയിരിക്കൽ എന്നാ പറയാം. കുടിയിരിക്കൽ തന്നെ ഇവിടെ പറയാം, പൊരേക്കൂടൽ. ഓക്കെ. അങ്ങനെ ആരെങ്കിലും എന്നെ കുടിയിരിക്കലിന് വിളിച്ചാൽ ഞാൻ എൻ്റെ ഭാര്യനെയും മക്കളെയും കൊണ്ടുപോയില്ല, ഞാൻ ഒറ്റക്കാൻ പോകും. എന്താ കാരണം എന്നറിയോ? ഇവരെങ്ങാനും ഞാനത് കൊണ്ടുപോയി അവിടുത്തെ അടുക്കള സെറ്റിങ്സും അവിടുത്തെ ഇൻ്റർലോക്കും അവിടുത്തെ കിച്ചൺ സെറ്റിങ്ങൊക്കെ കണ്ട് നിൻ്റാട് വന്ന് ഞാൻ ഇതടുക്കള നമ്മൾ വലക്കം വന്ന് പാന്തം ചെയ്തതിന് മാതിരി പൈസ ഉണ്ടാക്കുന്നത്. അതിനൊരു നിലയും വിലയും ഉണ്ടാവില്ല. എന്താ അറിയോ? നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ അയാൾക്ക് മരണത്തെ പറ്റിയല്ല, ജീവിതത്തെ പറ്റിയ ചിന്ത ഉണ്ടാവുക. ലവ് ബേഡ്സും പിന്നെ ഈ എന്താ പറയുക അലങ്കാര മത്സ്യങ്ങളും പൂന്തോട്ടും ഇതൊക്കെ കണ്ടാർക്കോ മരണം ഒന്നും വരുമോ? നമ്മളെ വീട്ടിൽ മരണത്തെ ഓർക്കാൻ എന്തടയാളമുണ്ട്? എന്താ ഉണ്ടാക്കേണ്ടതോ? എനിക്ക് 4 മക്കളുണ്ട്, ഒരു ഭാര്യ, 5 ആൾ. ഞാൻ മരിച്ചാൽ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെ കുളിമുറിയിൽ എൻ്റെ മയ്യത്ത് ഈ 5 ആൾക്കും സൗകര്യമായി കുളിപ്പിക്കാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കഫൻ ചെയ്യാനും പറ്റിയ ഒരു ബാത്റൂം നമ്മുടെ വീട്ടിലുണ്ടോ? ഇല്ല. എന്തുണ്ടാക്കാഞ്ഞ് ചോദിച്ചാലും ആ വീടുണ്ടാക്കുന്ന ആൾക്ക് മരണം മാത്രം ഓർമ്മല്ല, അതുകൊണ്ട് അതിന് സൗകര്യമില്ല. ഭക്ഷണം ഉണ്ടാക്കണം എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ് കിച്ചൺ ഉണ്ടാക്കിയത്. തിന്നണം എന്ന് ചിന്ത ഉള്ളതുകൊണ്ടാണ് ഡൈനിങ് ഹാൾ ഉണ്ടാക്കിയത്. തിന്നാൽ പിന്നെ പോകേണ്ട സ്ഥലം എല്ലാ റൂമിലും അറ്റാച്ച്ഡായി നമ്മൾ ഉണ്ടാക്കി, ഒന്ന് കോമണും ആക്കിക്കണം.
ഇത് നമ്മളെ പോലത്തെ പുറത്തുനിന്ന് വന്നാൽ ഓന് കുത്തിരിക്കാനുള്ള സ്ഥലം ഇല്ലേ ഉണ്ട്. കിടന്നുറങ്ങണം ബെഡ്റൂം ഉണ്ടാക്കി, അതിഥികൾ വരും ഓഫീസ് റൂം ഉണ്ടാക്കി, മേപ്പെട്ട് കയറി പോകണം സ്റ്റെയർ കേസ് ഉണ്ടാക്കി. മരിച്ചുകൊണ്ട് സ്ഥലം എവിടെ? മരിക്കുന്ന സ്ഥലം എവിടെ? അതൊന്നിട്ട് മരിച്ചതിൻ്റെ ശേഷം എന്നിട്ട് പള്ളി കമ്മിറ്റിൻ്റെ ഷെഡ് കൊണ്ടുവന്ന് കെട്ടുക. എന്തേ? ഈ വീട്ടിലൊരു സൗകര്യമല്ല. എന്തേ ഉണ്ടാക്കാനും? ആ പുര ഉണ്ടാക്കുന്ന ആൾക്ക് മരണം മാത്രം ഓർമ്മല്ല. മനസ്സിലായി? അപ്പോൾ വീട്ടിൽ മരണമില്ല. മരണമില്ല എന്ന് പറഞ്ഞാൽ മരണം ഓർമ്മപ്പെടുത്തുന്ന ഒരടയാളമില്ല. ഇനി ഡ്രസ്സിലുണ്ടോയെന്ന് ആലോചിച്ചു. ഇപ്പോൾ ഡ്രസ്സിൻ്റെ സമയമായല്ലോ. പള്ളിയിൽ ആളിങ്ങനെ കുറഞ്ഞ് മോളുകളിൽ ആളുകൾ കൂടി വരാൻ തുടങ്ങി. കാരണം എന്താ? ഈ കുപ്പായും തുണിയും സെലക്ട് ചെയ്യുന്ന സമയമാണ്. എത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് സഹോദരന്മാരേക്കും നിൽക്കും. നമ്മളെ ഡ്രസ്സിൽ മരണമുണ്ടോ? എന്താ ഡ്രസ്സിലെ മരണം? ഞാൻ മരിച്ചാൽ ഇന്ന കഫൻ ചെയ്യാനുള്ള തുണി, അതിനുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിരുന്നോ? ഇല്ല. ആദ്യം വാങ്ങിക്കഴിഞ്ഞ് അത് മരിച്ചതിന് ശേഷം വാങ്ങിയാലും പോരെ? ഇപ്പോഴും വാങ്ങാലോ, മരിക്കുന്നതിന് മുമ്പും വാങ്ങാലോ. എന്തേ വാങ്ങാത്തത്? അങ്ങനെ ഒരു പരിപാടിയെ ഏതെങ്കിലും വീട്ടിൽ നിങ്ങൾ കണ്ടുക്കണോ? ആലോചിച്ച് നോക്കി. എന്നാൽ ഡ്രസ്സ് എത്ര ഉണ്ട് നമുക്ക്. എന്താണ് ആ രംഗത്ത് നടക്കുന്ന മത്സരം? റമദാൻ്റെ മുമ്പ്, കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു നാട്ടിൽ അഹ്ലൻ റമദാൻ പ്രസംഗിക്കാൻ പോയി ഞാൻ. അന്ന് അവർ 500 റുപ്യൻ്റെ നോട്ടിൻ്റെ കീശയിലിട്ട് തന്നു. എൻ്റെ അടുത്ത് വേറെ പൈസ ഒന്നുമില്ല. എൻ്റെ നാട്ടിലേക്കുള്ള ബസ് കിട്ടണമെങ്കിൽ 7 റുപ്യയാണ് അന്നത്തെ മിനിമം ചാർജ്. എന്നിട്ട് വേണം കൂടിമാർക്ക് ബസ് കയറാൻ. 7 റുപ്യക്ക് പകരം 500 റുപ്യ കൊടുത്താൽ കണ്ടക്ടർമാർ ചീത്ത പറയും, ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് പേടിച്ചിട്ട് എനിക്ക് പരിചയമില്ലാത്തൊരു നാടാണത്. ഞാൻ എല്ലാ പീടിയയിലും കയറിയിട്ട് 500 റുപ്യ ചില്ലറ ചോദിച്ചു, ആരും തന്നില്ല. കാരണം സാധനം വാങ്ങാതെ ആരും ചില്ലറ തരില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ എല്ലാ പീടിയയിലും കയറി ഇറങ്ങേണ്ടത് ഇന്നെ പരിചയമുള്ളൊരു പീടിയക്കാരൻ ഇങ്ങനെ 30 അച്ചെന്തോ പിരിവാണ്. കാരണം എല്ലാ പീടിയയിലും കയറി ഇറങ്ങുകയാണ്. അവസാനം ആൾ വിളിച്ച് വരിക, കൂളിമാടല്ലേ? അതെ, എനിക്ക് പരിചയമില്ല. എനിക്കറിയാം, എൻ്റെ നാട്ടിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ വന്നിട്ട് എന്താ പ്രശ്നം? ഒന്നുമില്ല, എനിക്കിതിന് ചില്ലറ കിട്ടിയാൽ അത് ഞാൻ തരാം. അൽഹംദുലില്ലാ. ടെക്സ്റ്റൈൽസാണ്. അപ്പം ഞാൻ അവിടെ കയറിയിരുന്നു. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ മേശയിൽ നിന്ന് ഇങ്ങനെ ചില്ലറ എടുക്കുമ്പോൾ അവിടെ 400 റുപ്യ ചില്ലറ ഉള്ളൂ, 100 റുപ്യൻ്റെ കുറവുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു തൊട്ടടുത്ത് ഒരു ഫാൻസി കട ഉണ്ട് അയാൾക്ക്, അവിടെ എന്തായാലും ചില്ലറ ഉണ്ടാവും, ഞാൻ അത് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ നീക്കല് ഒരു പെണ്ണ് വന്ന് ചോദിച്ച് CID മൂസ ഉണ്ടോ? CID മൂസ് ഒരു പോലീസ് സ്റ്റേഷനാണോ ടെക്സ്റ്റൈൽസാണോ? ആൾ പറഞ്ഞെങ്കിൽ ബേജാറാണ്, ചുരിദാറിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ പീഡിയക്കാരൻ വന്ന് സ്റ്റോക്ക് തീർന്നു പോയി. അപ്പോൾ ഈ മുസ്ലിം പെണ്ണ് ഒരു പകുതി നൊലോളിച്ചുകൊണ്ടാണ് പോയത്. കാരണം ആ വർക്കത്തിന് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇയാളോട് പറഞ്ഞു, നിങ്ങളത് വരുമ്പം വിവരം അറിയിക്കണേ എന്ന് ആലോചിച്ചു. അവളാട് പോയി. അപ്പം അയാൾ പോവുകയാണല്ലോ, ഇനി ഞാനാണ് അവിടെ ഇരിക്കേണ്ടത്. അപ്പം എൻ്റെ മനസ്സിൽ പടച്ചറമ്പേ, ഇയാൾ പോയിട്ട് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നിട്ട് വേറെ ഏതെങ്കിലും വർത്താനം പറഞ്ഞാൽ ഞാൻ ബോധം കെട്ട് വിൽക്കുക എന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച്, പഠിച്ചോനെ അയാൾ 100 റുപ്യ എടുത്ത് വരുന്നേ വരെ ആരും വരാതെ കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല, അയാൾക്ക് കച്ചവടം കിട്ടണ്ടെന്നപ്പം പറഞ്ഞു. പക്ഷേ അള്ളാഹു എല്ലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കേൾക്കൂലല്ലോ. അയാൾ നീറ്റ് പോയാലും ഞാനാടെ ഇരിക്കലും വേറൊരു പെണ്ണ് വരലും ഒക്കെ ഒപ്പരാൻ ഒരേ പാരലായിരുന്നു. ഇവള് ചോദിച്ച് തൊമ്മനും മക്കളും ഉണ്ടോ എന്നോടാ ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനും മക്കളുണ്ട്, മക്കൾ പോകുന്നില്ല. ഇയാഴ്ച കുടുംബസംഘത്തിൽ ഇപ്പോൾ ഓളെ കൊണ്ടുപോകണോ? ഇതൊക്കെ ഡ്രസ്സിൻ്റെ മത്സരമാണ്. എന്നാൽ ഞാനും നിങ്ങളും മരിച്ചാൽ കഫൻ ചെയ്യാനുള്ള തുണി താബിഈങ്ങൾ വാങ്ങിയെന്നല്ലോ. ഇനി നമ്മളേതെങ്കിലും പോയത്തക്കാർ വാങ്ങിയാൽ തന്നെ മനുഷ്യൻ കാണത്ത് വെക്കുമോ? പിന്നെ സംസാരം കേട്ട് ഏതെങ്കിലും പെണ്ണ് ഞാൻ 30 കൂടെ വന്നാൽ അത് പറയരുത്, ഏതായാലും അതാണ് വാങ്ങിക്കാതെ നമ്മൾ എന്ന് കരുതി ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് കയറി നിൽക്കുക. പർദ്ദട്ട പെണ്ണുകൾ വരുമ്പോൾ മുതലാളി പറയും പർദ്ദൻ്റെ സെക്ഷൻ അവിടെയാണ് കേട്ടോ. അപ്പോൾ പർദ്ദല്ല, ആ ചുരിദാറാണ് ഇവിടെ, ചുരിദാറും അല്ല. പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? കഫൻ കൂടെ വേണം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ ചാരം മരിച്ചിരണം. അപ്പോൾ ഇവള് പറഞ്ഞു ആരും മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആർക്കാണ്? എനിക്ക് തന്നെ ചെറിയ സുഖല്ലായി ഉണ്ടില്ലേ എന്ന് പറയും. താബിഈങ്ങൾ വാങ്ങി കാണോർത്ത് വീട്ടിൽ കണ്ട് കയറിയാൽ കാണോർത്ത് കഫൻ കൂടെ വെക്കുക. മരണം പിന്നെ ആരും പറഞ്ഞു കൊടുക്കണം? നമ്മുടെ ഡ്രസ്സിൽ മരണമില്ല, വീട്ടിൽ മരണമില്ല. കീശയിലുണ്ടോ തപ്പി നോക്കിയാൽ എൻ്റെ കീശയിൽ ചീർപ്പുണ്ട്, പോകാനുള്ള പൈസ ഉണ്ട്, വണ്ടിൻ്റെ ചാവിയുണ്ട്.
സഹോദരന്മാരെ, നമ്മുടെ കീശയിൽ, നമ്മുടെ പോക്കറ്റിൽ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അഥവാ ഇറങ്ങിക്കെന്ന് ഞാൻ വീണ് മരിച്ചു പോയാൽ എൻ്റെ മയ്യത്ത് ഒരു ആംബുലൻസിൽ കൂളിമാട് എൻ്റെ വീട്ടിലെത്തിക്കാൻ ആവശ്യമായ പൈസയും എൻ്റെ ഭാര്യൻ്റെയും മക്കളെയും ഫോൺ നമ്പറും എഴുതി കീശയിലിടാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഇറങ്ങാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ആരെ കീശയിലാണ് ഉള്ളത്? എന്താ കാരണം? നമ്മൾ മരിക്കാനായില്ലല്ലോ. എങ്ങനെ ഉറപ്പിച്ച്? മെക്സവന് പോയത്. മെക്സവന് പോയാൽ പിന്നെ മരിക്കില്ലേ? നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ നാട്ടിലൊക്കെ സുബഹി നിസ്കരിച്ച് കല്യാണത്തിന് പോണ മാതിരി ആ പെണ്ണുങ്ങൾ പോണത്. ഇപ്പം പുരുഷന്മാരുമായിട്ട് കൂടിക്കരലില്ല, ഫിത്തിനിയില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അപ്പം എന്നിട്ട് 85-90 കിലോ ഉള്ള പെണ്ണുങ്ങൾ കൂളിമാടിൻ്റെ പുഴൻ്റെ വക്കത്ത് നിന്ന് ചാടി പുഴയിടിഞ്ഞി. ഇടിയാക്കൂലല്ലോ, എത്ര കിലോനായി ചാടുന്നത്? ഇതിന് മരിക്കാണ്ടിരിക്കാൻ ആലോചിച്ചിട്ട് നമ്മൾ ആരെ കീശയിലും ഇല്ലല്ലോ വസിയത്ത് എഴുതി കീശയിലില്ലാതെ 3-ലധികം ദിവസം കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞ നേതാവിൻ്റെ അനുയായികൾ ചോദിക്കട്ടെ, സഹോദരിമാരെ, നിങ്ങളെ ബാഗിൻ്റെ ഉള്ളിൽ വസിയത്തുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ വീട്ടിൽ മരണമില്ല, ഡ്രസ്സിൽ മരണമില്ല, പോക്കറ്റിൽ മരണമില്ല. ഇനി സംസാരത്തിലുണ്ടോ? നിങ്ങൾ മരിച്ച വീട്ടിൽ പോയി നോക്കിയോ? എന്തിനെ പറ്റിയ ആൾ സംസാരിക്കരുത്? പല മരണം മാത്രം ഉണ്ടാവില്ല. മരണത്തെപ്പറ്റി സംസാരിക്കുന്ന 2 ആളുകളെ മരിച്ച വീട്ടിൽ പോലും കാണാൻ കഴിയില്ല. എൻ്റെ നാട്ടിൽ വളരെ വലിയൊരു മരക്കച്ചവടക്കാരൻ മരിച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ്. ഞാൻ അതൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആ വീട്ടിൽ കൂടി ആളുകൾ പറയേണ്ടത് ഈ മരണപ്പം ഒരാളെ നമ്മളിപ്പോൾ അങ്ങനെ കിടക്കേണ്ടി വരും എന്ന കാര്യമാണല്ലോ. അതെ, നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ്, പങ്ക് കച്ചവടക്കാർ, ഒരു ഗ്രൂപ്പാണ്, അതിൻ്റെ നേതാവാണ് ഇയാൾ. ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ എന്താ സംസാരിക്കേണ്ടത്? കഴിഞ്ഞ ആഴ്ച മലേഷ്യയിൽ പോയി ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ മരം വാങ്ങി വന്നവനാണ് അയാൾ, മരിച്ചെടുക്കുക. അപ്പോൾ എന്താ പറയേണ്ടത്? മനുഷ്യൻ്റെ കാര്യം എത്രേ ഉള്ളൂ, നമ്മളൊക്കെ കഴിഞ്ഞ ആഴ്ച മലേഷ്യയിൽ കൂടെ പോയതല്ലേ, എന്നതാ ചലനമറ്റ് കിടക്കണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇങ്ങനെ കിടക്കേണ്ടി വരുന്നല്ലേ കൂടെ കച്ചവടം ചെയ്ത ആൾ സംസാരിക്കേണ്ടത്. എന്നാൽ ഇയാളെ കൂടെ കച്ചവടം ചെയ്ത ആളുകൾ സംസാരിക്കണ വിഷയം എന്താ അറിയുക? ഇയാളെ പുരൻ്റെ മുമ്പിലുണ്ട് നല്ലൊരു പിലാവ്, പിടിച്ചാൽ വണ്ണം കൂടാത്ത പിലാവ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് ഇതിപ്പോൾ എത്ര ക്യൂബിക്കുണ്ടാവുന്ന പോലെ കൂടെ ജോലി ചെയ്ത ആൾ ആലോചിക്കുന്നത് ഈ ഇത് നല്ല കച്ചവടമാക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. മാസ്റ്റർമാരാലോചിക്കുന്നത് ജൂൺ ആകുമ്പോൾ ആർക്കൊക്കെ പോസ്റ്റ് ഉണ്ടാവും, ആരൊക്കെ പോസ്റ്റ് തെറിക്കും, ആരൊക്കെ ട്രാൻസ്ഫർ ആവും, ഈ കാര്യങ്ങളാണ്. സ്ത്രീകൾ ഓരോ എത്ര കാലമായി കണ്ടിട്ട് അതാ സംസാരിക്കുന്നത്, മരണം സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ നാളെ രാവിലെ മരിച്ചു നിൽക്കുക, പടച്ചോനെ മനുഷ്യൻ്റെ കാര്യം എത്രേ ഉള്ളൂ, ഇന്നലെ മുപ്പരോട് പറഞ്ഞിട്ടേ ഉള്ളൂ, ഏതായാലും തിരക്കുള്ള നമ്മളൊന്ന് പോവുക മുപ്പര വീട്ടിൽ. അങ്ങനെ ഇറങ്ങിക്കുന്ന 2 ബസ് ആൾ എൻ്റെ വീട്ടിൽ വന്നു. ഈ പറഞ്ഞ പോലത്തിൽ ഇന്ന മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഡൈനിങ് ഹാളിൽ കിടത്തിയിരിക്കുന്നു. നിങ്ങളെ കൂടെ വന്ന സ്ത്രീകൾ, പുരുഷന്മാരെ ഞാൻ വിടുകയാണ്, നിങ്ങളെ കൂടെ വന്ന സ്ത്രീകൾ എൻ്റെ മയ്യത്ത് മറമാടി കൂളിമാടെന്ന് എരഞ്ഞിക്കിലെത്തുന്നത് വരെ സംസാരിക്കൽ ആരെ പറ്റിയാണെന്നറിയാം? എന്നെ പറ്റിയല്ല. എൻ്റെ മയ്യത്തിൻ്റെ അടുത്തുണ്ട് എൻ്റെ 5 വയസ്സായ കുട്ടി, അങ്ങനെ പാട്ടുകാടി ഓവിയാച്ച വാപ്പ ഉറങ്ങാണ്. സഹോദരിമാരെ, നിങ്ങൾ സംസാരിക്കൽ എന്നെ പറ്റിയാണോ എൻ്റെ കുട്ടിനെ പറ്റിയാണോ? ഓല് പറയുന്നത് മൗലവിൻ്റെ ആ കുട്ടീൻ്റെ കാര്യം ആലോചിച്ചിട്ടാ. മൗലവിൻ്റെ കാര്യം അത് വിട്ട്. സംസാരത്തിൽ മരണമില്ല, കീശയിൽ മരണമില്ല, ഡ്രസ്സിൽ മരണമില്ല, വീട്ടിൽ മരണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് മരണത്തെയാണ്. അതിന് ഖബർ സിയാറത്ത് നടത്തണം. നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തണം. എന്തിന്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കും എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് അലംഘനീയമായ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപത്തുള്ള തട്ടി മാറ്റാൻ കഴിയാത്ത ഈ മരണം പലപ്പോഴും നമ്മുടെ ചിന്തയിലേക്കോ അജണ്ടയിലേക്കോ കടന്നു വരാറില്ല എന്നതാണ്. ഇനി മരണശേഷം രക്ഷപ്പെടാൻ എന്തൊക്കെ വഴികളുണ്ടോ നോക്കൂ. നിങ്ങൾ ഒരു SSLC പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് 6 മാസം മുമ്പേ ചോദ്യപേപ്പർ കിട്ടിയെന്ന് വിചാരിക്കാം. എത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാം, എത്ര മാർക്ക്, ഫുൾ മാർക്ക് ആ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ ലളിതമായി പരീക്ഷ പാസ്സാവാൻ പറ്റും.
ആ കുട്ടി തോറ്റാൽ നമ്മളെന്താ പറയാ? എന്തിനാണ് ആ കുട്ടിനെ പറ്റുക? 6 മാസം മുമ്പ് ചോദ്യപേപ്പർ കൊടുത്തിട്ട് എന്ന് പറയില്ലേ? എന്നാൽ പരലോകത്ത് എന്തൊക്കെ ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൻ്റെ മറുപടി എന്താണ്, ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം, അവിടെ രക്ഷപ്പെടാൻ ആവശ്യ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് 1400 കൊല്ലം മുമ്പ് പറഞ്ഞില്ല. 6 മാസം മുമ്പാ? 1400 കൊല്ലം മുമ്പ്. റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിൻ്റെ എല്ലാ വാതിലും തുറന്നു. ഏത് വാതിൽ കൂടെ നമ്മൾ കയറിപ്പോയത്? എല്ലാ വാതിലും തുറന്നല്ലോ സഹോദരന്മാരെ. ഏതെങ്കിലും ഒരു വാതിൽക്ക കൂടെ കയറി നമുക്ക് പോകാൻ കഴിഞ്ഞോ? ആലോചിക്കണ്ടേ? നരകത്തിൻ്റെ എല്ലാ വാതിലും അടച്ചു, നമ്മൾ തന്നെ അടച്ചു. റമളാനായിട്ട് ഇജ്ജ് മിണ്ടാണ്ടിന്ന എന്ന് പറയല്ലോ നമ്മൾ. റമളാനായിട്ടൊന്നും മിണ്ടാണ്ടിക്ക് എന്ന് നമ്മൾ പറയില്ലേ? എന്താ അർത്ഥം? നമ്മൾ തന്നെ നരകത്ത് പോണ വാതിൽ പൂട്ടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നതെന്നാണ്. എന്നിട്ട് നമ്മളെ പാപം കരിപ്പിക്കാൻ സാധിച്ചോ? ദുആ, പ്രാർത്ഥന. നോമ്പിൻ്റെ ഇടയിലാണല്ലോ അള്ളാഹ് ദുആനെ പറ്റി പറഞ്ഞത്. നോമ്പിനെ പറ്റി 2-3 ആയത്തുണ്ട് സൂറത്തുൽ ബഖറയിൽ. അതിൻ്റെ ഇടയിൽ അള്ളാഹ് പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു. എന്താണ്? നോമ്പും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ പ്രാർത്ഥന പോലെ എന്താ? എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സഹോദരന്മാരെ. നോമ്പിന് ഇങ്ങനെ ക്ലാസ്സുമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് നോമ്പ് കഴിഞ്ഞ് നോക്കുമ്പോൾ 2 കാൽമലും ഇങ്ങനെ നീര് കെട്ടി വന്നെന്ന് സങ്കല്പിക്കാം. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞേ, ഇങ്ങനെ വയത് പറഞ്ഞാൽ കുട്ടിയെ വാപ്പുണ്ടാവില്ല, ഡോക്ടർക്ക് പോയൊക്കെ എന്താ നീര് പല രോഗത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ഓളെയും കൊണ്ടുപോയി ഇനിയും കൊണ്ട് എന്ത് ചെയ്ത് ആശുപത്രിയിൽ പോയി. ഈ ആശുപത്രിയിൽ പോവുക, ഡോക്ടറെ കാണിക്കാൻ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള സംഗതിയാണ്. ഡോക്ടറെ അടുത്ത് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അവിടെ ഇരുന്നോ, ഞാൻ പോയിക്കോളാറ്. ഞാൻ ഡോക്ടർക്ക് കയറി. എന്താണ് ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ഡോക്ടർക്ക് പരിശോധിച്ചിട്ട് മതിയാവില്ല. ശ്വാസം വലിക്ക്, വിട്, നാവ് നീട്ട്, അങ്ങനെയാക്ക് ഇങ്ങനെയാക്ക്. എനിക്ക് ബേജാറായി തുടങ്ങി. ഇയാൾ പിന്നെ കുറേ ആലോചിച്ചിരിക്കണ്. പിന്നെ ഇംഗ്ലീഷിൽ ഒരാൾക്ക് ഫോൺ ചെയ്ത് കുറേ ഇംഗ്ലീഷിൽ കുറേ വർത്താനം പറഞ്ഞ് അതോടുകൂടി എൻ്റെ എല്ലാ സമാധാനം പോയി. അവസാനം അയാളിനോട് ചോദിച്ചു, കൂടെ ആരാളുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഭാര്യ ഉണ്ട്. എന്നാൽ അവളോട് വരാൻ പറയും, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കീന്ന് പറഞ്ഞാൽ കഴിഞ്ഞിൻ്റെ കഥ. ഭാര്യയായിട്ട് കയറി, ഞാൻ പുറത്തിറങ്ങി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ മരിച്ച മരിയാണ് ഓളെ മുഖം. ഉറപ്പായില്ല, എന്നോട് പറയാൻ പറ്റാത്ത മാരകമായ ഒരു രോഗം എനിക്കുണ്ട് എന്ന് ഉറപ്പായില്ലേ? ഉറപ്പായി. പക്ഷേ ഓള് മിണ്ടില്ല. അങ്ങനെ കാറിൽ കയറി എൻ്റെ ആടെ എത്തുന്നത് വരെ ഞാൻ കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻസറാണ് എന്ന് പറഞ്ഞെന്ന് വെക്കുക. അത് പറഞ്ഞതോടുകൂടി പിന്നെ എൻ്റെ കണ്ണിന്ന് വെള്ളം പറ്റുമോ? ഓളെ കണ്ണിന്ന് വെള്ളം പറ്റുമോ? എൻ്റെ മക്കളെ കണ്ണിന്ന് വെള്ളം പറ്റുമോ? സഹോദരന്മാരെ, പിന്നീട് ഞാനും ഓളും എൻ്റെ മക്കളും എൻ്റെ രോഗത്തിൻ്റെ ഷെഫയ്ക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മാർത്ഥം എത്രയാണ്? ആ ആത്മാർത്ഥമുള്ള ഒരു പ്രാർത്ഥന 25 ദിവസമായിട്ട് നമ്മൾ നടത്തിനോ? കൈ ഇങ്ങനെ വെച്ചിനോന്നല്ല ഞാൻ ചോദിക്കണത്. കൈ ഇങ്ങനെ വെച്ചിനോന്നല്ല ചോദിക്കണത്. നിങ്ങൾ പ്രാർത്ഥിച്ചെന്നല്ല ചോദിക്കണത്. എനിക്ക് ക്യാൻസർ ആണ് എന്നൊരു ഡോക്ടർ പറഞ്ഞ് അത് കേട്ട അന്ന് മുതൽ എൻ്റെ നാവുന്നുണ്ടാകുന്ന പ്രാർത്ഥനൻ്റെ ആഴം ഈ റമളാനിൽ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉണ്ടായോ? ആയിരിക്കും. എന്താ? യഖീനാവുന്നില്ല ഒന്നും. മരണമുണ്ട് എന്നറിയാം, പക്ഷെ എനിക്കതൊന്നും ബാധകമല്ല, എൻ്റെത് വരാനായില്ല. അങ്ങനെ ചിന്തിച്ചോലാണ് ഈ മരിച്ചോലൊക്കെ. അതുകൊണ്ട് തന്നെ 6 മാസം അല്ല 1400 കൊല്ലം മുമ്പ് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എന്താണ്, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നില്ലേ? ഖബർ എന്താണ്, ഖബറിലെ ഫിത്ന എന്താണ്, ഖബറിലെ ശിക്ഷ എന്താണ്, അതിന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നില്ലേ? പരലോകത്തെത്തി ഹൗദുൽ കൗസർ കിട്ടണമെങ്കിൽ എന്താണ് ദുനിയാവെന്ന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നില്ലേ? വലത് കയ്യിൽ അർശിൻ്റെ തണൽ കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? വലത് കയ്യിൽ കർമ്മരേഖ ലഭിക്കുന്നവരാരാണ്, വലത്തെ കയ്യിൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നില്ലേ? വിചാരണ കൂടാതെ സ്വർഗത്ത് പോകാനുള്ള വഴി എന്താന്ന് പറഞ്ഞു തന്നില്ലേ? സിറാത്തിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോവാൻ എന്താണ് ദുനിയാവെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നില്ലേ? ഇനി ആരാ കുറ്റം പറഞ്ഞ ജ്ഞാനങ്ങളും?
ഇനി ആരെ കുറ്റം പറയും സഹോദരന്മാരെ? ഒരു റമളാനാണ്ട് കഴിഞ്ഞാൽ പിന്നെ ആരെയാ കുറ്റം പറയും? നിങ്ങളെന്താ റമളാനിനെ പറ്റി മനസ്സിലാക്കിയത്? റമളാൻ വരുന്നതിൻ്റെ മുമ്പാണ് മദീനത്തെ പള്ളിയിലേക്ക് പ്രവാചകൻ ഖുതുബക്ക് ഇങ്ങനെ വരിക. ഖുതുബക്ക് നേരെ വന്ന് മിമ്പർമാക്കാട് കയറില്ല. കയറി സാധാരണ കയറി പോണ മനുഷ്യന് ഓരോ സ്റ്റെപ്പിലും ഒരു സെക്കൻഡ് ഇങ്ങനെ നിന്ന് ആമീൻ എന്ന് പറയുന്നത് കേട്ടു. അത് സാധാരണ ഉണ്ടാവില്ല. ഇത് നിങ്ങൾ കേൾക്കാത്ത ഹദീസൊന്നുമല്ല കേട്ടോ. പക്ഷെ അന്ന് ജുമാൻ്റെ ശേഷം ഒരൊറ്റ കുട്ടി പള്ളിയിൽ നിന്ന് പോകുന്നില്ല. ജുമാ നിസ്കരിച്ചാൽ പൊയ്ക്കോളെന്ന് ഖുർആൻ പറഞ്ഞതാ. ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അത് അള്ളാഹ് പറഞ്ഞതാ. പക്ഷെ ഒരൊറ്റ കുട്ടി ഇരുന്നോടത്ത് നനങ്ങളില്ല. അപ്പോൾ റസൂൽ ചിന്തയായി പോകില്ലേ, ഏട് പോകണം, നിങ്ങൾ എന്താ ഇപ്പം കാട്ടിക്കൂട്ടിയ ഇവിടെ? എന്താ നിങ്ങൾ മിമ്പർമ കയറിയപ്പോൾ ആമീൻ പറഞ്ഞത് റസൂല്? ആമീൻ എന്ന് പറയില്ല, ആരാ ദ്വാരുന്നാലല്ലേ? ദ്വാ ഞങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങൾ ആരാ ദ്വാക്ക് ആമീൻ പറഞ്ഞത്? എന്താണ് വിഷയം? അതറിയാനായിരിക്കണത്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ സദസ്സിനോട്. എന്തായിരുന്നു ആ പ്രാർത്ഥന? അതിലൊന്നാമത്തെ റമളാനുമായി ബന്ധപ്പെട്ടതല്ലേ. റമളാൻ വന്ന് അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാവൂലേ എന്ന് എത്രയേ ആളുകളാണ് ചോദിക്കുന്നത്. എന്താണ് എൻ്റെ താല്പര്യം എന്ന് എനിക്കറിയില്ല. ഈ പെരുന്നാളാവുക എന്ന് പറഞ്ഞാൽ എത്ര അപകടം പിടിച്ചാന്ന് നമ്മൾ മനസ്സിലാക്കിയോ? എന്താ അപകടം? അതാ പറയാൻ പോണത്. ഒരാൾക്ക് റമളാൻ വന്നു, അയാൾക്ക് പാപമോചനവും സ്വർഗപ്രവേശനവും നരകമോചനവും നേടാൻ കഴിയാതെ റമളാനാട് ശവ്വാൽക്ക് പോയാൽ എന്താ അവിടെ ഉണ്ടാകുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഒന്നാമത്തെ സ്റ്റെപ്പിക്ക് ഞാൻ കാല് വെച്ചപ്പം അതാനി ജിബ്രീൽ. എവിടുന്നാ വരുന്നതെന്ന് ആലോചിക്കും. നമ്മളെ ഖത്തീബ് വരുന്ന എവിടുന്ന? തൊട്ടടുത്ത പാലത്തുനിന്നാ. ജിബ്രീൽ വരുന്നതെന്ന 7-ാം ആകാശത്തിന്റെ മോളുന്നാണ്. എന്താണ് അതിൻ്റെ സ്പീഡ്? എന്താ പ്രാർത്ഥിച്ചത്? ഒരാൾക്ക് റമളാൻ വന്നിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ റമളാനാണ് പോയാൽ അതിൻ്റെ അർത്ഥം എന്നറിയോ? സ്വർഗത്തിൽ നിന്നും റഹ്മത്തിൽ നിന്നും അള്ളാന്റെ കാരുണ്യത്തിൽ നിന്നും അവനെ അള്ളാഹു വിദൂരമാക്കട്ടെ എന്നാണ്. അതിന് ആമീൻ പറഞ്ഞ ആരാന്നറിയോ? അള്ളാന്റെ റസൂലാണ്. നമ്മൾ ആ പ്രാർത്ഥനയുടെ ഉള്ളിലാണോ പുറത്താണോ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇപ്പോൾ റമളാൻ വന്നു പോകുന്ന അപ്പോൾ നോമ്പിൻ്റെ കൂലി മാത്രം ആലോചിച്ചാൽ മതിയോ? ഒരു റമളാനാണ്ട് കഴിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യത്തിലൊരു തീരുമാനമാവാന്നതിൻ്റെ അർത്ഥം. ആ തീരുമാനം അനുകൂലമാവാം പ്രതികൂലമാവാം. അതിനെപ്പറ്റി ഭയപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഇത്രേ ഉള്ളൂ. എല്ലാ ഘട്ടത്തിലും നമ്മൾക്ക് മരണം മുതൽ സ്വർഗപ്രവേശനം വരെ കടന്നു പോവേണ്ട ഘട്ടങ്ങളും ആ ഘട്ടത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും അതിന് രക്ഷപ്പെടാനുള്ള വഴിയും നേരത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും അള്ളാഹുവും റസൂലും മറച്ചു വച്ചിട്ടില്ല. നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഈ ഒരു ഉദാഹരണം, മരണം തുടങ്ങാം നമുക്ക്. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്നത് എപ്പോഴാണ്? ആയിഷ റളിയല്ലാഹു അൻഹയോട് അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഒരു മനുഷ്യൻ ദുനിയാവെന്ന് ഒറ്റപ്പെടൽ എപ്പോഴാന്ന് എനിക്കറിയാം. നമ്മൾ പറയാം ഞാൻ ഒറ്റക്കാണ്, ആരുമില്ല എന്നവരെ പറഞ്ഞു. എല്ലാവരും ഉണ്ട്. ആരെങ്കിലും ഇല്ലാതായതിനെ നമ്മൾ ഇല്ലാതാക്കിയതാ, വെറുതെ ഇല്ലാതായതല്ല. ശരിക്ക് ഒറ്റപ്പെടൽ മനുഷ്യൻ സക്കറാത്തിലാണ്. സൂറത്തുൽ വാഖിയ മറച്ചു വെക്കേണ്ടി. ആ ഒറ്റപ്പെടൽ എത്ര വൈകാരികമായിട്ടാണ് അള്ളാഹു വിശദീകരിച്ചത്. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. സഹോദരന്മാരെ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു മനുഷ്യനായിട്ട് ചെന്നാൽ ഓനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള ആളുകൾ പോലും പറയും ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമല്ല നമ്മളെ പറ്റി. ആ ഒരു ഘട്ടം എനിക്ക് വരാണ്ട്. എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ നാവ് കൊണ്ട് പറയാനോ കൈകാലുകളെ കൊണ്ട് ആംഗ്യം കാണിക്കാനോ കഴിയാത്തൊരു സന്ദർഭം നമുക്ക് വരികയാണെങ്കിൽ അതാണ് യഥാർത്ഥ ഒറ്റപ്പെടൽ. ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ സ്വന്തം കൈകൊണ്ട് തുടക്കാൻ കഴിയാതെ മക്കളോ ബന്ധുക്കളോ വന്ന് ഇങ്ങനെ തുടച്ചു തരുന്നൊരു കാലം നമുക്ക് വരാണ്ട്, അതാണ് ഒറ്റപ്പെടൽ. മെഡിക്കൽ സയൻസ് പരാജയപ്പെടും സഹോദരന്മാരെ. കോടിക്കണക്കിന് റുപ്യ നിങ്ങളെയും മക്കളെയും കയ്യിലുണ്ടാവും, പക്ഷെ മെഡിക്കൽ സയൻസിൽ നമുക്ക് മരുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ഘട്ടം വരാനുണ്ട്. അതാണ് ഒറ്റപ്പെടൽ. അപ്പോൾ ജനങ്ങൾക്കാർക്കും
നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ വന്നാൽ അള്ളാന്റെ സഹായം കിട്ടണം. അതിനെന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ ഫുസ്സിലത്ത് മറിച്ച് നോക്കേണ്ടി ആയി കാണാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് മനസ്സിലാക്കുകയും അവൻ്റെ ഇഷ്ടാനിഷ്ടകൾ ജീവിതാന്ത്യം വരെ മുറുകെ പിടിക്കുക. ഇസ്തിഖാമത്ത് വേണം. ഇസ്തിഖാമത്തില്ല, ഒരു വേലിയേറ്റം ഒരു വേലിയിറക്കം. നോമ്പിൻ്റെ തുടക്കത്തിലാണ്ട് വേലിയേറ്റം ഉണ്ടായി, ഇപ്പം എന്തായി? അങ്ങനെ പോയി തുടങ്ങി. റമദാൻ കഴിഞ്ഞാലോ പള്ളി കാലിയായി, പിന്നെ ഓനെ കാണാനില്ല. ഇതല്ല ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. നിലനിർത്താൻ കഴിയും, സ്റ്റെബിലിറ്റി വേണം. അള്ളാഹു അവൻ്റെ ഇബാദത്തിലും അവനുമായുള്ള ബന്ധത്തിലും ഇസ്തിഖാമത്തോടു കൂടി നിലനിന്ന ഒരാൾ മരിക്കുന്ന സമയത്ത് അള്ളാഹ് മലക്കളിറക്കും. എന്തിന്? മനുഷ്യന്മാർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല. അപ്പം മലക്കളിറക്കും. മലക്കൾ വരും. എന്താ പറയല്? അല്ലാ തഖാഫു വലാ തഹ്സനു. മരിച്ചു പോണ മനുഷ്യന് ഇത് രണ്ടും ഉണ്ടാവും, പേടിയും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. ദുഃഖം ഉണ്ടാവാൻ കാരണം എല്ലാവരും വിട്ടാട് പോവല്ലേ. എത്ര ദുഃഖം ഉണ്ടാവും. പേടിയോ? എവിടുക്കാ പോണത്? ഖബറിലേക്കാണ്. ആ പേടി ഉണ്ടാവും. രണ്ടും വേണ്ട. പിന്നെന്താ വേണ്ടത്? അബ്ശിറു, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് അള്ളാഹ് തരാന്ന് പറഞ്ഞ സ്വർഗം റെഡിയാക്കി നിൽക്കണ്ടോ, എന്തോ ഒരു സന്തോഷം ഉണ്ടാവും. ഇത് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് റമളാൻ, അതിനാണ് ജീവിതം. ഇനി മരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുക? ഒറ്റപ്പെടാക്കാനുള്ള വഴി അള്ളാഹ് പറഞ്ഞല്ലോ. അന്ന് ഈ ചെയ്തില്ല, അതിൻ്റെ ഫലം ഈ അനുഭവിക്കേണ്ടി വരും. ഖബറിലേക്ക് അവൻ എന്താ ഖബർ? നമ്മളൊൽപ്പം പോലും ആലോചിക്കാത്തൊരു സംഗതിയല്ലേ സഹോദരന്മാരെ. ഞാനിപ്പോൾ ബാക്കോട്ട് മറിഞ്ഞാണ് വീണാൽ ഇന്ന് രാത്രി കിടക്കേണ്ടത് എവിടെയാണ്? ഖബറിലാണ്. ആ ഖബറിലെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയാം. ആരതിനെപ്പറ്റി ആലോചിക്കൽ ഇവിടെ? ആരും ആലോചിക്കില്ല. എന്നാൽ എന്താ സ്ഥിതി നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത സമയത്ത് ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ കുറച്ച് ജൂതയായ സ്ത്രീകൾ വന്ന് എന്തോ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. അവർക്ക് സംസാരിക്കാനുള്ള കാര്യം സംസാരിച്ച് പോകുമ്പോൾ ഈ ജൂതയായ സ്ത്രീകൾ ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ആയിഷ, നമ്മളൊക്കെ അള്ളാഹു ഖബർ ശിക്ഷ ചെയ്ത് കാക്കട്ടെ എന്ന്. ജൂതന്മാർ. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ തൊള്ളിയും കാട്ടി, ഖബറിൽ അങ്ങനെ ശിക്ഷ ഉണ്ടാവും, റസൂൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ശരി, അങ്ങനെ ഉണ്ട് പടച്ച റബ്ബേ, എന്നാ റസൂൽ വരട്ടെ ചോദിച്ചു നോക്കാം. അള്ളാഹിൻ്റെ റസൂൽ നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, അല്ല റസൂലെ, മനുഷ്യൻ ഖബറിൽ പരീക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യെസ് ഓർ നോ അല്ല പറഞ്ഞത്. അത് പരീക്ഷിക്കപ്പെടും പെടൂല എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞതെന്നറിയോ? അള്ളാഹ് കാക്കട്ടെ ആയിഷ നമ്മളെ എന്നാണ്. അപ്പം പ്രവാചകന് പോലും പേടിയുണ്ട് എന്നർത്ഥം. രാത്രി 3 മണിക്ക് ആയിഷ റളിയല്ലാഹുവിനോട് കൂടെ ഇശാ നിസ്കരിച്ച് കടന്ന പ്രവാചകനെ രാത്രി 3 മണിക്ക് കാണാനില്ല. ആയിഷ തപ്പി വെക്കുമ്പോൾ റസൂൽ അവിടെ ഇല്ല. എന്തൊക്കെ സംശയം ഉണ്ടാവും. നമ്മളെ രാത്രി പെണ്ണുങ്ങൾ വന്നപ്പോൾ നമ്മളെ കാണാനില്ല, എന്തെല്ലാം സംശയം ഉണ്ടാവും. ആയിഷ റളിയല്ലാഹുവിനെ പള്ളി നോക്കി, പള്ളി കാണില്ല. പിന്നെ നേരെ പോയത് രാത്രി 3 മണിക്ക് എടുക്കാന്നറിയോ? മദീനയിലെ ശ്മശാനത്തിലേക്കാണ്. അവിടെ ഉണ്ട് പുതുതായി കുഴിച്ചിട്ട ഖബർ നോക്കി കരയുന്നു ലോകത്തിൻ്റെ നേതാവ്. ആലോചിക്കണങ്ങൾ. പുതുതായി കുഴിച്ചിട്ട ഖബർ നോക്കി കരയ രാത്രി 3 മണിക്ക്. ബനൂ നജ്ജാർ ഗോത്രക്കാർ താമസിക്കുന്ന സ്ഥലത്തുകൂടെ ഒരു കോവർ കഴുതൻ്റെ പുറത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ യാത്ര. കോവർ കഴുത നമ്മൾ കുതിരയും കഴുതിയും കൂടിയതാണ്. ഈ മൃഗം ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ വിരണ്ടോടി. ഈ വിരണ്ടോടുക എന്ന് പറഞ്ഞാൽ അയിലെങ്കിലൊക്കെ ഒരു പാനൂരിൽ തന്നെയാണ്. നായി വർത്തിച്ചാൽ ഇപ്പോൾ ഹൈവേ റോഡ് നോക്കൂലല്ലോ, തടി കഴിച്ചിലാക്കാൻ അതിലേ മണ്ടാൻ പറ്റുക. അതാണ് വിരണ്ടോടുക. പക്ഷെ റസൂൽ അതിൻ്റെ പുറത്തുനിന്ന് വീണില്ല, അതിൻ്റെ ചെവി പിടിച്ചവിടെ നിന്നു. ഈ പാവം മൃഗം കുറേ ആട്ടോടി അവിടെ നിന്നു. അപ്പം അതിൻ്റെ പുറത്തുനിന്ന് റസൂൽ ഇറങ്ങിയിട്ട് അതിനെങ്ങനെ തടവി കൊടുത്തു. അത് ബുദ്ധിയില്ലാത്ത ജന്തുവല്ല, അതിനെന്തോ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാവും, അല്ലാതെ ഓടൂലല്ലോ. റസൂലക്ക് എന്ത് പറ്റി എന്ന ആകാംക്ഷയിൽ ഓടി വരുന്ന സഹാബികളോട് പ്രവാചകൻ ചോദിച്ചത്, നിങ്ങൾ ഇതിന് തിന്നാനും വെള്ളമൊന്നും കൊടുത്തില്ലേ ഇനിയോ എന്നല്ല. പിന്നെ ചോദിച്ചതെന്താ അറിയോ? ഈ കോവർ കഴുത നടന്നു വന്ന വഴിയിൽ എവിടെയെങ്കിലും ഖബറുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആർക്കും അവിടെ ഖബറുള്ളത് ഓർമ്മയില്ല. കാരണം അവിടെ അടുത്ത കാലത്തൊന്നും മറമാടിയൊന്നും ആ കൂടി ആളുകൾ ആയുസിൻ്റെ അടുക്ക് ഉണ്ടായില്ല. ആ വന്നവരിൽ പ്രായമുള്ള ഒരാൾ പറഞ്ഞു, ആ റസൂലെ ഏതോ കാലം ഇതിൻ്റെ ഒക്കെ പല ഭാഗത്തും മയ്യത്ത് വെച്ചതായി കേട്ടിട്ടുണ്ട്, അയാളും കണ്ടില്ല. അപ്പോൾ ഏതോ കാലത്ത് അവിടെ എവിടെയോ മയ്യത്ത് വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ.
അപ്പോൾ റസൂൽ പറഞ്ഞാൽ എന്താ അറിയാം, ആ വെച്ച മനുഷ്യന്മാർ കരയുന്നത് കേട്ടിട്ടാണ് ഈ കോവർ കഴുത ഓടിയത്. എത്ര കാലമായി കരയുന്നത്, എത്ര കാലമായി സഹോദരന്മാരെ കരയുന്നത്, ഏത് കാലം തുടങ്ങിയതാ ആ കരച്ചിൽ? സാധാരണ മനുഷ്യന്മാരല്ല കേൾപ്പിക്കലില്ല, അള്ളാഹിൻ്റെ റസൂലിനെ കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് റസൂല പറഞ്ഞൊരു വാക്ക് എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. എന്താണെന്നറിയോ? ലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും അദാബൽ ഖബർ. ഇപ്പം ഈ കബറാളികൾ കരയുന്നത് അള്ളാഹ് എനിക്ക് കേൾപ്പിച്ച് തരുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ദ്വാരന്നാൽ അള്ളാഹു ഒരു പക്ഷേ നിങ്ങൾക്കും അത് കേൾപ്പിച്ച് തരും, പക്ഷെ ഞാൻ ദ്വാരക്കൂല്ല, നിങ്ങളെ കേൾപ്പിക്കൂല്ല എന്ന്. എന്താ കാരണം എന്നറിയോ? നിങ്ങളെങ്ങാനും ആ കബറാളി കരയണത് കേട്ടാൽ പിന്നെ ഒരു മയ്യത്തും നിങ്ങൾ കബറിൽ കൊണ്ടുപോയി വെക്കൂല എന്നാണ്. അതാ കബർ. ഒരു മയ്യത്തും നിങ്ങൾ കബർക്കാണ്ട് വെക്കൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിങ്ങിയ താടിയുള്ള, അദ്ദേഹത്തിൻ്റെ നെഞ്ച് കാണൂല എന്ന് അത്ര തിങ്ങിയ താടിയുള്ള ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ദുന്നൂറൈൻ, പ്രവാചകൻ്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. നോമ്പുകാരനായിരിക്കെ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, രക്തസാക്ഷിയായി തൻ്റെ കഴുത്ത് വെട്ടിയ രക്തം മുസ്ഹബിലേക്ക് വീണ് അള്ളാഹു നോമ്പിൻ്റെ പവിത്രതയോടെ അവളിലേക്ക് കൊണ്ടുപോയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. തൻ്റെ വീട്ടിൽ നിന്ന് ഉതുണ്ടാക്കി 5 നേരം മദീനത്തെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയ പരമഭക്തനായിരുന്നു അദ്ദേഹം. ഉതുണ്ടാക്കിയാൽ റവാത്തിബ് സുന്നത്ത് വീട്ടിൽ നിന്ന് നമസ്കരിക്കേണ്ടത് 25 ഇരട്ടി കൂലിയാണ്. 25 ഇരട്ടി. നമ്മളെന്തിനാ സുബഹിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നത്? പള്ളിയിൽ നിന്ന് ജമാഅത്തായി ഫർള് സ്കരിച്ചാൽ 27 ഇരട്ടി കൂലിയാണ്. ആ ഫർളിൻ്റെ റവാത്തിബ് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ 25 ഇരട്ടി കൂലിയാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അതുണ്ടാക്കി വീട്ടിൽ നിന്ന് റവാത്തിബ് നിസ്കരിച്ച് പള്ളിക്ക് നടന്നു വരുന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം 5 തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പള്ളിക്കുള്ള വരവ് മദീന ശ്മശാനത്തിലൂടെയാണ്. എത്ര കാലമായി നടക്കുന്നത്? 5 നേരം വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി നിസ്കരിച്ച് ചെയ്യുമ്പോഴത്തേന് ഒതുവിൻ്റെ വെള്ളമൊക്കെ ഉണങ്ങിയില്ലേ? പക്ഷേ അദ്ദേഹം ആ ശ്മശാനത്തിലൂടെ കടന്ന് മദീനത്തെ പള്ളി കണ്ട് കയറുമ്പോഴത്തേന് കബറ് കണ്ടിട്ട് കരഞ്ഞിട്ട് അദ്ദേഹം തിങ്ങിയ താടിയിൽ നിന്ന് എത്ര കണ്ണീര് വേണം സഹോദരന്മാരെ. ഒരു തിങ്ങിയ താടി ഒന്നുണ്ടാക്കിയാൽ വെള്ളം വീണ്, നമ്മൾ ഒന്നുണ്ടാക്കുമ്പോൾ വെള്ളം എടുത്ത് പാരല്ല നമ്മൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ താടിയിൽ നിന്ന് വെള്ളം വീഴാറുണ്ട്. സഹാബകൾ ചോദിച്ചു അദ്ദേഹത്തോട്, തെതുക്കുറു നാറ വലാ തബുക്കി, നരകത്തെ പറ്റി പറഞ്ഞ് ഞങ്ങൾ കരയണില്ലല്ലോ. തെതുക്കുറുൽ മൗത്ത വലാ തബുക്കി, മരണത്തെപ്പറ്റി പറഞ്ഞ് ഞങ്ങൾ കരയണില്ലല്ലോ, പിന്നെന്താ ഖബറ് കാണുമ്പോൾ മാത്രങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള യാത്രയിൽ ആദ്യമായി കടന്നു പോകേണ്ട കടമ്പയാണ് ഖബർ. അതിൽ രക്ഷപ്പെട്ടാൽ പിന്നുള്ളതൊക്കെ രക്ഷയാണ്. അതിൽ കുടുങ്ങിയാലോ പിന്നുള്ളതൊന്നും രക്ഷപ്പെടൂല. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. 4 മണി സമയത്ത് പോക്കുവലിൻ്റെ തീനാളമേറ്റ് ഖബറിനെ സ്ഥാപിച്ച മീസാൻ കല്ലുകൾ വെട്ടിത്തിളങ്ങുമ്പോൾ ആ മീസാൻ കല്ലുകൾ അത് കാണുന്ന മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അലാ അയ്യുഹന്നാസി ലിയൗമിൻ റഹീല, ജനങ്ങളെ മനസ്സിലാക്കണം, നിങ്ങൾക്കെല്ലാം ഇങ്ങോട്ടൊരു യാത്രയുണ്ട് എന്ന്. അലാ അയ്യുഹന്നാസി ലിയൗമിൻ റഹീല, ഒറ്റക്ക് അതിഥിയായി ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഈ മൂലയിൽ, ശ്മശാനത്തിന്റെ മൂലയിൽ അതിഥികളായി വരുന്നൊരു യാത്ര നിങ്ങൾക്കുണ്ട് എന്ന് ഖബർ നമ്മോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഖബറിനെ പറ്റി ചിന്തയില്ല. അവിടെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടാവും, ആ പ്രതിസന്ധി രക്ഷപ്പെടാൻ എന്താണ് വഴി ഒക്കെ റസൂൽ പറഞ്ഞു തന്നല്ലോ. ഖബർ ഇരുട്ടുള്ളതാണ്, സംശയമില്ല. ഖബറിലെ പ്രകാശം എന്താ? അസ്സലാത്തു നൂറുൻ, ഖബറിലെ പ്രകാശം നമസ്കാരമാണ്. എന്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയാലും ഒഴിവാക്കരുത്. 2 ഖബറിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ സ്വഹാബികളോട് റസൂൽ ചോദിച്ചു, ഈ ഖബറാളികൾ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പല മറുപടിയും പറഞ്ഞു. അമ്മനെ കാണണം, ബാപ്പനെ കാണണം, മക്കളെ കാണണം, ഭാര്യനെ കാണണം, സ്വാഭാവികം ഒന്നുമല്ല. പിന്നെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പം അവർ. അമ്മക്കൊക്കെ എത്ര 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പം അസ്സലാത്ത് നൂറ്, ഞാൻ കൈ കെട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന പടച്ചവനെ, എൻ്റെ ഖബറിലെ പ്രകാശമാണിത്. അതിനാണ് നിസ്കരിക്കുന്നത്, അതിനാണ് തഹിയ്യത്ത്, അതിനാണ് ദുഹാ, അതിനാണ് റവാത്തിബ്, അതിനാണ് ഫർള്, എല്ലാ നിസ്കാരങ്ങളും.
അപ്പോൾ അതാണ് അതിൻ്റെ പരിഹാരം. അത് എത്രത്തോളം നമുക്ക് വർദ്ധിപ്പിക്കാനും ദീർഘിപ്പിക്കാനും സാധിച്ചു നമ്മൾ പരിശോധിക്കണം. ഖബറിന്റെ ചോദ്യം, മൻ റബ്ബുക്ക, നമുക്ക് എല്ലാവർക്കും അറിയാലോ മൻ റബ്ബുക്ക. ഞാൻ ചേന്നമംഗലൂർ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ 13 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഈ എറണാകുളത്ത് അവിടെ ഒരു ലുലു ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് സന്ദർശിക്കാൻ പോയതാണ്. അവർ തിരിച്ചു വരുന്ന വഴിയിൽ വാപ്പ ഓടിച്ച് അയാൾ ഉറങ്ങിപ്പോയി. ആ വണ്ടി പോയി ട്രക്കറിനിടിച്ചു. ഈ കുട്ടി നടുറോട്ടിൽ മരിച്ചു വീണതാണ്. തലച്ചോറ് തെറിച്ചാണ്ട് പോയി. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്ന് പിന്നെ കീശയിലിട്ട് വെക്കുമ്പം കീശയിൽ മയ്യത്ത് സ്കാത്തിൻ്റെ പ്രാർത്ഥനയുള്ളത് എഴുതിയിട്ട് ആ കുട്ടി പഠിക്കാൻ വേണ്ടി. ആ കൂട്ടത്തിൽ ഖബറിലെ ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരമൊക്കെ എഴുതി വെച്ചിട്ട് മൻ റബ്ബുക റബ്ബി അല്ലാഹ്. നമ്മളെ ചില ആളുകൾ മനസ്സിലാക്കിയത് കാണാതെ പഠിച്ചാൽ പറയാൻ കിട്ടുന്ന എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് മറുപടി പറഞ്ഞാൽ, സഹോദരന്മാരെ, ആ ചോദ്യത്തിനൊരു ഉപചോദ്യമുണ്ട്. എന്ത്? ഈ മറുപടി എനിക്ക് എവിടുന്നാണ് കിട്ടിയത്? എഴുന്നേപ്പം ഈ റബ്ബ് അല്ലാഹു എന്ന് പഠിക്കേണ്ടത് എവിടുന്ന? ഖുർആൻ എന്നാണ്. ഖുർആനും നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഖുർആന്റെ സ്ഥിതി എന്താ സഹോദരന്മാരെ? എല്ലാ ഇബാദത്തിനും സ്ഥിതി എന്താ? ഇബാദത്തിന്റെ സ്ഥിതി എന്താ? നിങ്ങൾ ഇബാദത്ത് നിർവഹിക്കാൻ അല്ല, ഇബാദത്ത് ആസ്വദിക്കുക വേണ്ടത്. ഇബാദത്ത് നിർവഹിക്കല്ല വേണ്ടത്, ആസ്വദിക്കുക വേണ്ടത്. നിർവഹണത്തിന്റെ പ്രശ്നം എന്താ അറിയോ? നിർവഹിക്കുന്ന ഏതും നമുക്ക് മടുക്കും. ഒന്നാമത്തെ 10 ഇപ്പോൾ തറാവീക്കില്ല. എന്താ കാരണം? ഒരു നിർവഹിച്ചതാണ്. ആസ്വദിച്ചാലോ? മൊബൈൽ എടുത്ത് നോക്കിയാണ് നിങ്ങൾ കുട്ടിയെ കൊടുത്ത്, പിന്നെ ഓനെക്കൊണ്ടൊരു ശല്യമില്ല. അങ്ങനെ ഒരു കുട്ടി പുരയിലുണ്ടോയെന്ന് ഇവിടെ ഉണ്ടോ പോയി നോക്കണം. എന്താ കാരണം? ഓൻ ആസ്വദിക്കുക. ഞാൻ എൻ്റെ വീട്ടിലൊരു കഥ പറയട്ടെ. ഒരു സാധനം വെച്ചോടുത്ത് കാണൂല. നമ്മളെല്ലാവരും പറയാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ നഖം വെട്ടുന്ന കട്ടറുണ്ടല്ലോ, ഒരു അപൂർവ വസ്തു എൻ്റെ ആളെ. അത് കാണലൊരു ഭാഗ്യം. കാരണം വെച്ചോടുത്തുണ്ടാവില്ല. അത് കൊണ്ടുപോയിട്ടോ പിന്നെ അവിടെ കൊണ്ടുപോയിക്കൂല. പിന്നെ വെട്ടുമ്പോഴാണ് ആലോചിക്കുക എവിടെ വെച്ചതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. കത്തി, പെട്ടെന്ന് കത്തി അന്വേഷിച്ചാൽ പുര മുഴുവൻ തെരഞ്ഞാൽ കാണില്ല. പെണ്ണുണ്ടല്ലോ, ഞാൻ ബെഡിൻ്റെ അടിയിലാണ് വെക്കുക. അതെങ്ങാനും മേശപ്പുറത്ത് വെച്ചാൽ മൂടി മാത്രം ഉണ്ടാവും. അവിടെ എഴുതുന്ന സാധനം കാണൂല. അയാളുടെ അടുത്ത് ആരെടുത്ത്? ഞങ്ങളെടുത്തില്ല. എന്നാലും മുസാബ് വെച്ചോടുത്തുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ആരെ ഒരു ഖുർആൻ വെച്ചാൽ വെച്ചോടുത്ത് കാണുക. വെച്ചോടുത്ത് കാണാതെ അവിടെ തന്നെ ഉണ്ടാവും. ഒരു കുട്ടിയും അറിയാതെ പോലും തൊടൂല. എന്താ കാര്യം? അത് എടുത്താൽ ഉറങ്ങി. അനസ്തേഷ്യ കൊടുത്ത കാര്യമാണ്. എൻ്റെ കുട്ടി 5 വയസ്സായ കുട്ടി 4:15 എൻ്റെ പുരയിൽ വരുന്നത് സ്കൂട്ടിട്ട്. അതിൻ്റെ മുമ്പ് ഞാൻ ഇതെടുത്ത് ഒളിപ്പിച്ചേക്കല. ഇതെങ്ങാനും ഓൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്താ അവസ്ഥ നിങ്ങൾക്കറിയാലോ? എന്താ കാരണം? ആസ്വദിക്കുക. നമ്മൾ നമസ്കാരം നിർവഹിക്കുക, നോമ്പ് നിർവഹിക്കുക, ഖുർആനോത്ത് നിർവഹിക്കുക. സ്വതക്ക ആരാണ് ആസ്വദിക്കൽ? സ്വതക്കാർക്കോ ആസ്വാദനം ഉണ്ട്. എങ്ങനെ വരെ കുടുങ്ങിയാൽ കൊടുക്കുക എന്നല്ലാതെ. ആലോചിച്ച് നോക്കി നിങ്ങൾ. 3 കൊല്ലം മുമ്പ് ഈ നോട്ട് നിരോധിച്ച സമയത്ത് ഒരു റമദാനിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കെ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന ആളാണെന്ന് എനിക്കറിയാം, ഞാൻ ക്ലാസ്സിലാണെന്ന് എനിക്കറിയാം. അപ്പം വിളിക്കുമ്പോൾ അത്ര അത്യാവശ്യമുള്ള സംഗതിക്കാണല്ലോ വിളിക്കുക. അപ്പോൾ ഞാൻ സ്ത്രീകളെ ക്ലാസ് ആയതുകൊണ്ട് ഓരോട് പറഞ്ഞു, ഇന്നൊരാൾ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോണൊന്ന് എടുക്കട്ടെ. ആയിക്കോട്ടെ, നിങ്ങൾ എടുത്തോളിയാണ്. അപ്പോൾ ഈ മൈക്ക് ഓഫാക്കി ഫോണെടുത്ത്, ഹലോ, നിങ്ങൾ മൗലവി, നിങ്ങൾ ക്ലാസ്സിലാന്ന് എനിക്കറിയാം, നിങ്ങളൊന്ന് ദ്വാരക്കണം കേട്ടോ. എനിക്ക് അപ്പോൾ കൂടുതൽ ബേജാറായി. കാരണം ഓർക്കെന്തോ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ദ്വാരക്കേണ്ടത്? 10 റുപ്യ നിരോധിക്കാൻ ദ്വാരക്കണം കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഫോൺ വെച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 2ാമത് വിളിച്ച്. അല്ലെങ്കിൽ എന്ത് തോന്നിയാ സപ്പം എന്ന് വെച്ചാൽ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ തമാശ അല്ല മൗലവി. ഞാനൊരു പള്ളിൻ്റെ പിരിവേറ്റെടുത്തിട്ട് റമദാൻ 10-25 ദിവസമായി ചെല്ലുന്നോടത്തൊക്കെ പൗപ്പത്താവുകണത്. അതുകൊണ്ട് ഈ 1000 നിരോധിച്ചതിന് പകരം ഈ 10 നിരോധിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണമെന്നാ. ആസ്വദിച്ചിട്ടാണ് കൊടുക്കണത് അല്ല, കൊടുക്കല്ല, നിവൃത്തിയില്ലല്ലോ. അങ്ങനെ കൊടുക്കുകയാണ്. എല്ലാ ഇബാദത്തും സഹോദരന്മാരെ ആസ്വദിച്ചു കൊണ്ട് ചെയ്യണം, നിർവഹിക്കരുത്. റസൂൽ ആസ്വദിച്ചതാ. ബിലാൽ അല്ലാഹുവിനോട് ബാങ്ക് കൊടുക്കാൻ പറയൽ എങ്ങനെയാ? അപ്പോൾ ഉദൂരാൻ കൊടുത്ത്, ബിലാലെ ബാങ്ക് കൊടുക്ക്, ആട് കഴിഞ്ഞല്ലോ. അത് തന്നെയല്ല, 8-9 ഭാര്യമാരുള്ളതാണ്, പെട്ടെന്ന് ആടെ എത്തിയില്ല, ചോറായിട്ടുകൾ തിന്നു പോകും. ഇതൊന്നും പറയില്ലല്ലോ. പിന്നെന്താ പറയല്? അരിഹനായ ബിലാലെ ഞങ്ങളുടെ മനസ്സിന് കുളിർമ കൊണ്ടാണ്. ബാങ്ക് കേൾക്കുമ്പോൾ ഒരു കുളിർമ. ആലോചിച്ച് നോക്കി നിങ്ങൾ. നിസ്കാരത്തിലാണ് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കണ്ണ് കുളിർമയാകുന്നത് നമസ്കാരത്തിലാണ്.
ആസ്വദിക്കാൻ. റസൂലുള്ളാഹി കാലിന് നീര് കെട്ടിപ്പോയി. എന്തൊക്കെ അറിഞ്ഞില്ല, ആസ്വദിച്ചതാണ്. ലികുല്ലി ഉമ്മത്തിൻ അമീൻ. ആ നമസ്കാരമാണ് സഹോദര ഖബറിലെ പ്രകാശം, അല്ലാതെ നിർവഹിച്ച നമസ്കാരമല്ല. മനസ്സിലാക്കി ഞാൻ നിങ്ങളും എങ്ങനെങ്കിലും പടച്ചു വെച്ച നിസ്കാരം ഉണ്ടല്ലോ, വെടിയുണ്ടാവില്ല. ആസ്വദിക്ക്. അത് ഖബറിലെ നിർത്താനായോ? എപ്പോഴാ, എത്ര മണിക്കാർക്കുണ്ട്? 5:30. നിങ്ങൾ കോള് വന്നാ ചോദിച്ചു. ആരാതെ വന്നാ? ഞാൻ വിചാരിച്ചത് ഇത് കേട്ട് മടുത്ത് നിർത്തിയാടി എന്നിട്ട് പറയാൻ, അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ നമസ്കാരമാണ് ഖബറിലെ പ്രകാശം. ഈ സദക്ക, ഏത് സദക്ക? മരിക്കണേൻ്റെ 3 ദിവസം മുമ്പ് നമ്മളെ നേതാവ് ഭാര്യയെ വിളിച്ച് പറഞ്ഞു, നമ്മളമ്മനെ ആയിഷ റളിയല്ലാഹു, ആയിഷ എൻ്റെ തലക്കാൻ്റെ ചോട്ടിൽ കുറച്ച് പൈസ ഉണ്ട് ആയിഷ, ഇജ്ജ് അതൊന്ന് അടിച്ചു കൂട്ടി എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ്. പടച്ചോനെ, മരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ക്ഷീണം എത്രയാണ്. സ്വന്തം തലക്കാൻ്റെ ചോട്ടിലെ പൈസ എടുക്കാൻ പോലുള്ള ആരോഗ്യം ലോകത്തിൻ്റെ നേതാവിനില്ല. ആയിഷ റളിയല്ലാഹുവിൻ്റെ തലക്കാണിൻ തല അടക്കം മെല്ലെ പൊന്തിച്ച് അടിയിൽ നിന്നുള്ള പൈസകൻ അടിച്ച് വാരി കൂട്ടി പ്രവാചകന്റെ കയ്യിൽ വെച്ചിട്ട് 7 റുപ്യ. 63 കൊല്ലം ജീവിച്ച മനുഷ്യന്റെ സമ്പാദ്യം 7 രൂപ. അറിയോ? 7 ദിർഹം. അത് പാവം കൊടുക്കാൻ പറയാം, അത് പാവം കൊടുക്കാൻ പറയാം. ആയിഷാന്റെ തുണിയും കുപ്പായത്തിലും കീറാത്ത ഉണ്ടോന്ന് നോക്കിയാൽ ആയിഷ റളിയല്ലാഹുവിനെ അയൽമ ചെന്ന് നോക്കുമ്പോൾ 2-3 കുപ്പായം തുണി നല്ലതുണ്ട്, അത് പാവം കൊടുത്താൽ കേട്ടോ. ആയിഷ എൻ്റെ ആയുധം വാളും കുന്തും ഒക്കെ വെച്ച സ്ഥലം ഉണ്ടല്ലോ, അതിൽ യുദ്ധത്തിന് ഉപയോഗിക്കാൻ പറ്റിയതുണ്ടോ നോക്കിയാൽ ഉണ്ട്. അത് പൊതു സമ്പത്ത് മുസ്ലിങ്ങളുടെ യുദ്ധ ഫണ്ടിലേക്ക് ഇനി അവിടെ ഒരു സാധനമില്ല. അത് ആഘോഷിച്ചതാ, ആസ്വദിച്ചതാ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അടിച്ചു വീശുന്ന കാറ്റ് പോലെ ഔദാര്യവാനായി. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിക്ക് എത്രയാണ് വരുമാനം മാസത്തിൽ? എത്ര റുപ്യ വരുമാനമുണ്ട് സഹോദരന്മാരെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. 3 മാസമൊക്കെ പ്രവാചകന്റെ വീട്ടിലെ അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ ജീവിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ 63 കൊല്ലമാണ് ജീവിച്ചതെങ്കിൽ 63 ബലിയർത്തിട്ടില്ല ഒറ്റക്ക്, ഒരു ഷെയറും കൂടാതെ. നമ്മളോ എത്ര ഒറ്റക്ക് അർത്തിക്കണമെന്ന് പറയും? അള്ളാന്റെ റസൂല് ഈ ദാരിദ്ര്യത്തിന്റെ ഇടക്ക് 63 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പൈസ കൊടുത്ത് ഒരാളെ ഷെയർ കൂട്ടാതെ 63 ബലി അർത്തുമെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എത്ര അർത്ത്? നമ്മള് ബോർഡിൽ വലിയ ഉണ്ടാതായോ? നമ്മള് വലിയനാളാകുമ്പോൾ ബോർഡിൽ ഒരു ഷെയർ 7000 അയിമ കയറി പിടിച്ചു. എന്താ അതാർക്കുള്ളതാ? ഒരു നിലക്കും ഒറ്റക്ക് അറക്കാൻ കഴിയാത്തവൻക്കല്ലേ ഷെയർ ഉള്ളത്? അല്ലേ? അവർക്കല്ലേ ഇത് വെച്ചത്? എന്നിട്ടോ നമ്മളെല്ലാവരും അയിമ കയറി കൊത്തുകയാണ്. അതിനൊരു ഗുണമുണ്ട്, എന്താ അറിയോ? സമതുക്കൻ്റെ കയ്യിൽ 7000 റുപ്യാണ്ട് കൊടുത്താൽ പിന്നെ നമ്മളൊന്നും അറിയണ്ട. നമ്മൾ പിന്നെ ഇറച്ചി വാങ്ങാൻ കവറുമായിട്ട് തന്നാൽ മതി. ആലോചിച്ച് നോക്കി. അപ്പം ആ സ്വതക്ക ആസ്വദിക്കുകയാണ്. അന്ന് രാത്രി, ഏത് റസൂലുള്ളാഹി വഫാത്താകണേൻ്റെ ഈ 7 ദിർഹം എടുത്ത് പാവങ്ങൾ കൊടുത്തില്ലേ, അന്ന് രാത്രി ഇശാ നമസ്കരിച്ചിട്ട് പോണ സഹാബികൾ റസൂലുള്ളാഹിൻ്റെ രോഗവിവരം അറിയാൻ വേണ്ടി വന്നു. വരുമ്പോൾ അവിടെ വെളിച്ചല്ല, വിളക്കെത്തിച്ചില്ല, നിലത്ത് കിടക്കുക, ചവിട്ടി പോവും. അപ്പോൾ ആരോ പറഞ്ഞു, ഉമ്മ ഒരു വിളക്ക് എത്തിച്ച് വെച്ചൂടേനിയോ? ആരെങ്കിലും വന്ന് പരൻ്റെ അകത്ത് കയറിയാൽ ചവിട്ടി പോലും മനുഷ്യനെ. അതിന് ആയിഷ റളിയല്ലാഹു പറഞ്ഞ മറുപടി നമുക്ക് എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. എന്തെല്ലാം കടിയും എന്തെല്ലാം ഐറ്റംസുമാണ് നോൽമ്പ് തുറക്കുമ്പോൾ നമ്മളെ മുമ്പിൽ വരുന്നത്. എത്ര 1000 റുപ്യൻ്റെ സാധനമാണ് കല്യാണത്തിനൊക്കെ വെറുതെ കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റിൽ തള്ളണമെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആയിഷ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇത് വെച്ചല്ലേ? അത് ഉള്ളത് മതി, മെല്ലെ മതി. എന്നാൽ വേഗം നിർത്താം, അത് നല്ല, അത് മതി, എന്നാൽ നമ്മൾ വേഗം നിർത്താം. ഹലോ, എന്താ അറിയോ? ഇതുമില്ലേ? ഇല്ലല്ലേ? എന്നാൽ പിന്നെ നമ്മൾ എനിക്ക് എളുപ്പമായി, ഇങ്ങനെ നോട്ടെ. എന്താ അറിയോ, ഇനി വേണ്ട നിർത്തിയിട്ട് നമ്മൾ അവിടെ കുത്തിരിക്കാം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിളക്കിൽ പാരാനുള്ള എണ്ണ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാനും റസൂലും അത് കുടിച്ച് വിഷമം മാറ്റുന്ന. അതാണ് ആസ്വദിക്കുന്ന സദക്കാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ ഇബാദത്തും നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് എന്താ പറ്റിയതാ?
അല്ലേ? ഞാൻ ഒച്ച കൂടിയതാ? ഹലോ, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? എന്നാൽ അതൊരു 5 മിനിറ്റ് കൂടി ഞാൻ പറയും, നിർത്തുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സഹാബിനോട് പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിളക്കിൽ പാരാനുള്ള എണ്ണ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വിളക്കിൽ പാരാൻ പറ്റിയ എണ്ണ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞാനും റസൂലും വിശപ്പ് മാറ്റുമായിരുന്നു. സദക്കൻ്റെ ആസ്വാദനമാണ്. സദക്ക ആസ്വദിച്ചുകൊണ്ട് ചെയ്തതാണ് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? മരണശേഷം നമ്മൾക്ക് കടന്നു പോകേണ്ട എല്ലാ കടമ്പകളിലും എന്ത് ചെയ്യണം രക്ഷപ്പെടാനെന്ന് 1400 കൊല്ലം മുമ്പ് അള്ളാൻ്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖബറിലെ പ്രകാശം നമസ്കാരമാണ്. ഖബറിൽ നമുക്ക് ആശ്വാസമായി വരുന്നത് അസ്സദഖത്തു ബുർഹാനുൻ. അതാപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്സദഖത്തു ബുർഹാനുൻ, ഞാൻ കൊടുത്ത സദക്ക മാത്രമേ എനിക്ക് അവിടെ ആശ്വാസമാവുള്ളൂ. ഇനി ഖബറിൽ ശിക്ഷയെന്ന് രക്ഷപ്പെടണമെങ്കിൽ ഖുർആനാണ്. ഖബറിൻ്റെ ഏത് ഭാഗത്തൂടെ ശിക്ഷ വന്നാലും സംരക്ഷിക്കാനുള്ള അധികാരം ഖുർആനാണ്. ഖുർആൻ നമ്മളും തമ്മിലുള്ള ബന്ധപ്പം പറഞ്ഞത് ഏത്? നമ്മളെല്ലാ വെള്ളിയാഴ്ച കുത്തുവെക്കല്ലേ? കേൾക്കലുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അല്ല, റമളാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ കുത്തുബ കേട്ട ആൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഞാനൊരു പെന്നും കള്ളാസും തരാം. അതൊന്ന് കള്ളാസിൽ എഴുതി തരുമോ? കഴിഞ്ഞ ആഴ്ചത്തെ കുത്തുബ അല്ല കേട്ടോ, റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ കുത്തുബ. എത്ര ആൾക്ക് എഴുതാൻ കഴിയും? ഒരാൾക്ക് എഴുതാൻ കഴിയൂല. എന്താ കാരണം എന്നറിയോ? ഖുർആൻ കേൾക്കുന്നത് ചെവി കൊണ്ടാ. ഖുർആൻ കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല. ഖുത്തുബ കേൾക്കുന്നത് ചെവി കൊണ്ടാ. ഖുത്തുബ കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല. അള്ളാൻ്റെ ദീനീ കാര്യങ്ങൾ കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല. ചെവി കൊണ്ട് കേട്ടാലുള്ള പ്രശ്നം എന്താ? നിങ്ങൾ ആസ്വദിക്കലുണ്ടാകുക. അപ്പം ഇന്ന് കുത്തുബൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ആസ്വദിക്കുക. ഇന്ന ആളാണോ എന്നാൽ അങ്ങോട്ട് പോവുക, എന്നാരാ ഇന്ന ആളാണോ എന്നാൽ അങ്ങോട്ട് പോവുക. എന്താ കാരണം? നല്ല രസമാണ് കേൾക്കാൻ. രസേ ചെവി കൊണ്ട് കേൾക്കുക. ഏതിനോടെ കേൾക്കേണ്ടത്? ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. ഹൃദയം കൊണ്ട് കേൾക്കണം. അപ്പോൾ ഒരായത്ത് കേട്ടാൽ മതി. ഒരായത്ത് കേട്ടിട്ട് മാറി എത്ര മനുഷ്യന്മാരെ ചരിത്രം ഈ എരഞ്ഞിക്കല പള്ളിയിലെ മിമ്പർമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക? കേട്ടത് ഹൃദയം കൊണ്ടാണ്. നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ടാണ്. 50 ഹുത്തുബെങ്കിലും ഒരാഴ്ച ദീൽക്ക് വരുന്നുണ്ട് പല പള്ളിയിട്ടവും ഖത്തീബന്മാരെ ഗ്രൂപ്പിൽ. ഞാൻ എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കും. ആരെയും കേട്ടോട്ടെ. ഞാൻ അയച്ചു കൊടുത്തത് മുഴുവൻ കേട്ട് അതിൻ്റെ അടിയിൽ ഒരു റിക്വസ്റ്റ്, നിങ്ങളിതുണ്ടോ അതായത് എൻ്റെ ഇനിയിപ്പോൾ എൻ്റെ കേൾക്കട്ടോ നന്നാതെ കണ്ട ഞാൻ എൻ്റെ വിട്ടുകൊടുത്ത്. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ കാണാം അതിൻ്റെ മറുപടി. ഓൻ നന്നായത് അപ്പം കാണുന്നത്. ഓൻ കേട്ട് ചെവി കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ? ഇത് എനിക്ക് ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായത്, ഈ ഹൃദയം കൊണ്ട് കേൾക്കലും ചെവി കൊണ്ട് കേൾക്കലും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായത് കോവൂരിന്നാണ്. ഇവിടെ അടുത്താ കോവൂർ. അവിടെ ലേണിംഗ് ക്ലാസ്സിൽ 76 വയസ്സായ ഒരു ഉമ്മ കണ്ണ് കാണൂല, ചെവി നല്ലോണം കേൾക്കും. മോൻ പണിക്ക് പോകുമ്പം അതിനെ ക്ലാസ്സിൽ ഇരുത്തിയിട്ടാണ് പോവുക. അതാണ് എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആദ്യത്തെ പഠിതാവ്. പോകുമ്പം കൊണ്ടോ ആക്കണ്ടേ എൻ്റെ ബാധ്യതയാണ്. അപ്പോൾ മാൻ പണിക്ക് പോയി ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെ വീട്, 5 മിനിറ്റിൽ 2 നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ അതിനെ കൈ പിടിച്ച് ആ പുരയെ കൊണ്ടാക്കിയിട്ടാണ് പോവുക. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ പെണ്ണ് പറയും, പൊന്നാര മനെ ഈ പറയണതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിനി, പക്ഷെ ചെരുപ്പ് ഇട്ടപ്പോഴത്തിന് മറന്നു. അപ്പം ഞാൻ പറഞ്ഞു 10-76 വയസ്സായതല്ലേ, ഞമ്മക്ക് തന്നെ ഇപ്പം പറഞ്ഞതും ചെല്ലിയ ഓർമ്മല്ല. അപ്പം നിങ്ങളെ കഥ പറയണ്ടല്ലോ, ഏതായാലും നിങ്ങൾ ഇവിടെ വന്ന് കുത്തിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് മെല്ലെ അവിടെ കൊണ്ടുപോയി ഇരുത്തലാം. ഒരു ദിവസം ഞാൻ അറിയാതെ അബദ്ധത്തിൽ ഈ പെണ്ണിനോടൊരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? നിങ്ങളെ മൂത്ത മകൻ്റെയും മരുവളിയും വർത്താനം എന്താന്ന്? റഹ്മാനായ റബ്ബേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ തള്ളിയും മരുവളും തമ്മിൽ ഇറാനും ഇസ്രായേലും പോലെയാണ്. ഓളെ കാര്യം മുണ്ടരുതി ഇവിടുന്ന്, അതിനത്ര ആരോഗ്യമുള്ള എനിക്ക് അന്നാ മനസ്സിലായത്. അപ്പം ഈ പെണ്ണ് പറഞ്ഞാൽ എന്താ പറയുക? ഓള് പറഞ്ഞൊന്നും ഞാൻ മറക്കൂല. ഞാൻ പറഞ്ഞതോ ചെരുപ്പ് ഇട്ടവളത്തിന് മറന്നു. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ? മരോള് പറഞ്ഞത് കേട്ടത് ഹൃദയം കൊണ്ടാണ്. എൻ്റെ ക്ലാസ് 1.5 മണിക്കൂർ ആ തള്ള കേട്ട് ചെവിയോണ്ടാണ്. ഇത് നമ്മളും അങ്ങനെ തന്നെ. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കണ ഓൻ അന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ഹൃദയം കൊണ്ടാണ് കേട്ടത്. ഖുർആൻ കേൾക്കേണ്ടത് ഏതുകൊണ്ടാണ്? ഹൃദയം കൊണ്ടാണ്. നമ്മൾ കേൾക്കേണ്ടത് ഏതുകൊണ്ടാണ്?
ചെവി കൊണ്ട് കേൾക്കുമ്പോൾ എന്താ കാരണം, കുറേ കേൾക്കുമ്പോൾ മടുക്കും, പിന്നെ വരൂല. അങ്ങനെ നമ്മളെ ക്ലാസ് നിന്നുപോയില്ലേ? എന്താ കാരണം? കേട്ടൊക്കെ ചെവി കൊണ്ടാണ്, ഹൃദയം കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ ഓരോ ദിവസം ആള് കൂടുതലല്ലാതെ ആ ക്ലാസ് മുടങ്ങിപ്പോൾ നിങ്ങൾ കേട്ടണോ? ഇല്ല. അന്ന് മൈക്കുണ്ടായിനോ? ഇല്ല. എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടോ? എന്തേ കാരണം? ഹൃദയം കൊണ്ടാണ് കേട്ടത്. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ ആ കേട്ടിട്ടല്ലേ ഇവൾ കാണാതെ പഠിച്ചത്? നോക്കി ഓതാൻ ഖുർആനില്ലല്ലോ അന്ന്. നിങ്ങൾ കേട്ടില്ല സ്വഹാബികൾ ഖുർആൻ കാണാതെ പഠിച്ചു. ഖുർആൻ നിങ്ങൾ മുസാഹിബ് എടുത്ത് ഓതിയാണ്. ആ മുസാഹിബ് ഉണ്ടോ? റസൂലുള്ള ഓടിക്കൊടുക്കുമ്പോഴേക്ക് ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും കാണാതെ പഠിക്കുന്നുണ്ടെങ്കിൽ എത്ര ശ്രദ്ധയോടെ അവർ ഇരുന്നിട്ടാവുക. അതാണ് ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഖുർആൻ ഖബറിലുണ്ടാവും, ആ ഖുർആൻ മരിക്കുമ്പോൾ ഉണ്ടാവും. മനസ്സിലായോ? ഖബറിന്റെ ഏത് ഭാഗത്തൂടെ ശിക്ഷ വന്നാലും തടുക്കാൻ അധികാരം ഖുർആനാ. അൽ ഖുർആനു ഹബ്ലും മംദൂദും മിനസ്സമാ. ഇനി ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ വണ്ടിയിലാണ് വന്നത്. അങ്ങനെ ഇവിടെ നോൽമ്പ് പറഞ്ഞ് വെള്ളം നിറച്ച് പോണ പോക്കിൽ ഒരാളെ തട്ടി. പടച്ചോനെ, എനിക്ക് പരിചയമില്ലാത്ത നാട്ടുകാരൊന്നായിട്ട് കൂടി ഒരു പോലീസുകാരൻ വന്ന് പോടാന്ന് തന്നെ ബേജാറായി സ്റ്റേഷനിൽ കൊണ്ടുപോയി. പുരയ്ക്ക് വിളിച്ചു പറയാനും മറന്നു, ഒക്കെ വിട്ടത്, തറാവിയും പോയി, എല്ലാം പോയി. ബേജാറായി നിൽക്കുമ്പോഴാണ് സ്റ്റേഷനിലേക്ക് ഒരാൾ കയറി വരുന്നത്. ഇനിയും പരിചയമുണ്ട് അയാൾക്ക്, SIനെയും പരിചയമുണ്ട്. അപ്പം എന്നെ കണ്ടപ്പോൾ മൗലവി നിങ്ങൾ എന്താ അവിടെ? അത് SI കേട്ട്. ഇയാളാരാണ്? നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട് സർ, ഇവൻ ഒരാളെ തട്ടി മെഡിക്കൽ കോളേജിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ ഇയാൾ അങ്ങനത്തെ ആളല്ല, ഞങ്ങളെ പള്ളിയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വരുന്നൊരു മൗലവിയാണ്. എന്ത് മൗലവി? അയാൾ ഇങ്ങനെ കണ്ണു മൂക്കില്ലാണ്ട് വണ്ടി ഓടിക്കലാണോ ഒക്കെ ചോദിച്ചാൽ. അവസാനം ഇയാൾ പറഞ്ഞു, സാർ ഞാനിത് പറഞ്ഞ് തീർത്തോട്ടെ. നിങ്ങൾക്ക് തീർത്താവോ? എന്നാൽ പിന്നെ സാർ അങ്ങോട്ട് കഴിഞ്ഞ് ആ പാർട്ടിയായിട്ട് ഇയാളെ കൊണ്ടുപോയിട്ട് സംസാരിച്ച് തീർത്താളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യും പിടിച്ച് ഇയാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എനിക്കുള്ള സന്തോഷം എത്രയും സഹോദരന്മാരെ. അതാ ഖുർആൻ. ഖബറിന്ന് എണീറ്റ് വരുമ്പോഴേ എല്ലാവരും തുണിയെടുക്കാതെ വരിക. എന്നാൽ ചില ഖബറിൻ്റെ പുറത്ത് ഒരാൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആരെയോ കാത്തു നിൽക്കുന്നു. അയാൾ വിചാരിച്ച ആൾ വരാൻ കാത്തിക്കുകയാണ്. ഒരു ഖബറിന്ന് ഒരുപാട് ആൾ വരുമല്ലോ. ഇയാൾ വിചാരിച്ച ആൾ വരുമ്പോൾ ഓടിച്ചെന്ന് കൈ കൊടുത്തിട്ട് സലാം പറഞ്ഞ്, ഇന്ന അറിയോ? അറിയില്ല, ആദ്യമായിട്ട് കാണാൻ. അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ കൂട്ടുകാരനായ ഖുർആൻ. അപ്പോൾ ഖുർആൻ ആരാവണം? കൂട്ടുകാരനാവണം. കൂട്ടുകാരനായുള്ള ഗുണം എന്താണ്? ഖബറിന്ന് നീറ്റ് വരുമ്പോൾ നമ്മളെ കൈ ഖുർആനായിട്ട് പിടിക്കും, നേരെ ഹൗദിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഹൗദുൽ കൗസർ വാങ്ങിത്തരും. വലത് കയ്യിൽ കർമ്മരേഖ വാങ്ങിത്തരും. അള്ളാന്റെ വിചാരണക്ക് നിന്ന് നമ്മൾ പറയേണ്ട മറുപടി ഖുർആൻ പറയും. ആലോചിക്കണങ്ങൾ. നമ്മൾ പറയേണ്ട മറുപടി ഖുർആൻ പറയേ. മിണ്ടാൻ പറ്റൂല. ഇയാൾ എന്നെ ഓതിയ ആളാണ്, എന്നെ പഠിച്ച ആളാണ്, അതുകൊണ്ട് വിചാരണ പറ്റൂല. വിചാരണയിൽ ഇടപെടും, ഹൗദുൽ കൗസറിൽ ഇടപെടും, കർമ്മരേഖയിൽ ഇടപെടും, സിറാത്തിൽ പിടിക്കും. അവസാനം നമ്മളെ രണ്ട് കാലും സ്വർഗത്തേക്ക് എത്തിയാൽ ഖുർആൻ പിരിഞ്ഞിങ്ങോട്ട് പോരും. ഇത് വേണോ വേണ്ട നമ്മൾ തീരുമാനിക്കണം. ഇനി പരലോകത്തെത്തിട്ട് എനിക്കാരും ശുപാർശ പറയാനില്ല. ആരെ കുറ്റം പറഞ്ഞത്? അൽ ഖുർആനു വസ്സിയാമു യുശ്ഫആനു ലിൽ അബ്ദ്. എന്തിനാ ഖുർആൻ? നമുക്ക് ശുപാർശ പറയാൻ. എന്തിനാ നോമ്പ്? നമുക്ക് ശുപാർശ പറയാൻ. ഇവിടെ ഉണ്ടാക്കി തന്ന അതാ. ആ രണ്ട് പണി നമ്മൾ എടുത്തില്ല. പിന്നെ പരലോകത്ത് ശുപാർശ പറയാൻ ആരില്ല എന്ന് പറഞ്ഞാൽ ആരെ കുറ്റം പറയുന്നത്? ആരെയും കുറ്റം പറയാൻ പറ്റൂല. ഇവിടുന്ന് ചെയ്തോളണം. എല്ലാം പറഞ്ഞു തന്നു, ഒക്കെ പറഞ്ഞു തന്നു. ഖബറിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നു. പരലോകത്തെത്തിയാൽ വിചാരണ എളുപ്പമാവാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, 70,000 ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വിചാരണ കൂടാതെ സ്വർഗത്ത് പോകും. തൗഹീദുള്ള, തവക്കുലുള്ള, ദുശ്ശകുന വിശ്വാസമില്ലാത്ത, കടകളഞ്ഞ തൗഹീദുണ്ടോ, വിചാരണ പോലും ഇല്ലാതെ പോവാൻ വഴി നമുക്ക് പറഞ്ഞു തന്നാണ്. രക്തസാക്ഷിയാവണം. എങ്ങനെ രക്തസാക്ഷിയാവുക? രക്തസാക്ഷിയാവാൻ ദ്വാരക്കണം. എന്നിട്ടോ രക്തസാക്ഷി ആയില്ലെങ്കിലോ രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടും. എന്താ രക്തസാക്ഷിൻ്റെ പ്രതിഫലം? 6 പ്രതിഫലമുണ്ട്. സഹോദരന്മാരെ, രക്തസാക്ഷി ആയില്ലെങ്കിൽ പോലും പടച്ചോനെ നീ എന്നെ രക്തസാക്ഷിയാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അയാൾ പുരയിൽ കട്ടുമ കിടന്ന മരിച്ചാലും അള്ളാഹു രക്തസാക്ഷിൻ്റെ പദവി നൽകും. 6 പ്രതിഫലം. 1 ഖബർ ജീവിതമല്ല, രക്ഷപ്പെട്ടോ. ഒരു ദുആക്ക് വേണ്ടിയാണിത്. ഏത്? പടച്ചോനെ ഇന്നെ രക്തസാക്ഷിയാക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റൂലെങ്കിൽ നോക്കും. പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ കട്ടുമ്മ കടന്നു മരിച്ചാലും
രക്തസാക്ഷിന്റെ പ്രതിഫലം എന്താ? ഒന്നാമത്തെ പ്രതിഫലം ഖബർ ജീവിതമല്ല, 2 വിചാരണല്ല, മരിച്ചോടനെ സ്വർഗത്തിൽ പോവും പോരെ. എന്നിട്ട് നമ്മൾ തോറ്റാ പിന്നെ ആരെ കുറ്റം പറയേണ്ടി? ഒരു പണിയെടുക്കണ്ട, പടച്ചവനോട് ദ്വാരന്നാ മതി. ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ രക്തസാക്ഷിയാണ്. എങ്ങനെ രക്തസാക്ഷിയായത്? ചോദിച്ചു വാങ്ങിയതാണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ പ്രാർത്ഥനകളൊക്കെ ചരിത്ര പ്രസിദ്ധമാണ്. അല്ലാഹുമ്മ ഇന്നി ലഈഫുൻ ഫഖവ്വിനി, അള്ളാഹുവേ ഞാൻ ബലഹീനനാണ് റബ്ബേ, എനിക്ക് നീ ശക്തി നൽകണം. ഏത് ശക്തി? ശാരീരികമായി ഉമർ അള്ളാഹുവിൻ്റെ അത്ര ശക്തിയുള്ള ആരാളുള്ളത്? ആരുമില്ല. പിന്നെ ഏതാണ് ആ ശക്തി? ഈമാനികമായ ശക്തി. ചോദിച്ചു വാങ്ങിയതാണ്. ഫഇന്നി ഫഖീറുൻ, ഞാൻ ദരിദ്രനാണ് പടച്ചോനെ. ഫഅഗ്നിനി, നീ എനിക്ക് ധന്യത നൽകണം. എന്നാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവണം എന്നല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥ എനിക്ക് നൽകണം. കൊടുത്തു. ഞാൻ വളരെ നിസ്സാരനാണ് റബ്ബേ, നീ എന്നെ ഇസ്സത്തുള്ളവനാക്കണം. ആക്കിയില്ലേ? ഇന്നും നമ്മൾ ആ മനുഷ്യൻ്റെ പേര് ഇപ്പോൾ ഇവിടുന്ന് പറയല്ല. 1400 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചു പോയ മനുഷ്യൻ്റെ പേര് എന്താ കാരണം? ഇസ്സത്താണ്. ചോദിച്ചു വാങ്ങിയതാണ്. പോരാ. അല്ലാഹുമ്മ ർസുഖ്നി അഷ്ഷഹാദത ഫീ സബീലിക് വഫീ ബിലാദി റസൂലിക് വഫീ മസ്ജിദ് റസൂലിക്. അള്ളാഹുവേ, എത്രയേ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്ത്, എത്ര എൻ്റെ കൂട്ടുകാരാണ് രക്തസാക്ഷിയായ എൻ്റെ അടുത്തേക്ക് വന്നത്. ഒരു യുദ്ധത്തിലും എനിക്ക് രക്തസാക്ഷിയാവാൻ പറ്റിയില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് രക്തസാക്ഷിത്വം നൽകണം. എവിടുന്ന്? ഫീ ബിലാദി റസൂലിക്, നിന്റെ പ്രവാചകന്റെ ആഗമനം കൊണ്ട് അനുഗ്രഹീതമായ മദീനയിൽ വെച്ച്. പോരാ. വഫീ മസ്ജിദ് റസൂലിക്, നിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, മാ ബൈന ബൈത്തി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പറഞ്ഞ അവിടെ വെച്ച് റബ്ബേ നീ എനിക്ക് രക്തസാക്ഷിത്വം നൽകണം. ചോദിച്ചു വാങ്ങിയതാണ്. ഇതിന് 6 പ്രതിഫലം കിട്ടും, ഞമ്മക്കും കിട്ടും. ദ്വാരക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പോൾ മരിക്കുമ്പം ആശ്വാസം കിട്ടണോ? അള്ളാൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കണം, ഖബറിന്ന് രക്ഷപ്പെടണോ? നമസ്കരിക്കണം, സദഖ കൊടുക്കണം, ഖുർആൻ നന്നായി പഠിക്കണം. മഹ്ശറിലെ എല്ലാ അപകട സ്ഥലത്തും നമ്മളെ കൈ പിടിക്കാൻ ഖുർആൻ ഉണ്ടാവും. ഖുർആൻ്റെ കൂടെ നിൽക്കണം. ഖുർആൻ കേൾക്കുമ്പോൾ അത് ഹൃദയം കൊണ്ട് കേൾക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് മരണശേഷം രക്ഷപ്പെടാം. ഇതൊന്നും ചെയ്യാതെ നമ്മൾ പരാജയപ്പെട്ടാൽ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, നമ്മൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഈ കാര്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അപാകതകളൊക്കെ തിരുത്തി മരണം എന്നത് ഏറ്റവും ഭയാനകമായൊരു സംഗതിയാണ്. അവിടെ മുതൽ സ്വർഗപ്രവേശനം വരെ എന്തൊക്കെ പ്രതിസന്ധി നമുക്കുണ്ടായാലും അവിടെയൊക്കെ രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ ചെയ്ത് ഖദ്ദിമൂനി നിങ്ങളൊന്ന് ബാങ്ക് കൊണ്ടുപോയിട്ട് മറമാടി എന്തെങ്കിലും താമസിക്കുന്നു എന്ന് പറയുന്ന മയ്യത്തായി നമ്മുടെ മയ്യത്ത് മാറണം. ചില മയ്യത്ത് പറയത്രേ ഖദ്ദിമൂനി. നമ്മൾ മോൻ വരാൻ കാത്തിക്കുക. മോൻ ദുബായിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഇതിലും വലിയ തോന്നിയാസം വേറെന്താ ഉള്ളത്? മരിച്ചാൽ ആടുള്ള ആളാച്ചാൽ കൂടി കുളിപ്പിച്ച് മറമാടുക എന്നല്ലാതെ. എന്നിട്ട് ഒരുത്തം വരാനുള്ളതിന് ഓനെ കാത്തിക്കുക. മയ്യത്ത് എന്താ പറഞ്ഞത്? ഖദ്ദിമൂനി. അങ്ങനെ പറയുന്ന മയ്യത്തായി നമ്മൾ മാറണമെങ്കിൽ ബോധപൂർവം നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ആദ്യാവസാനം പഠിക്കുവാനും പകർത്തുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഖുർആനും നോമ്പും അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹുവെ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇത്രയും ദിവസം ഞങ്ങൾ ചെയ്ത എല്ലാ ഇബാദത്തും, നോമ്പും, നിസ്കാരവും, സദക്കയും, ഖുർആനോത്തും, ഇത്തികാഫും, സദക്കയൊക്കെ അതിലൊക്കെ മാനുഷികമായി വന്നുപോയ ന്യൂനത പരിഹരിച്ച് പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തിൽ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. എല്ലാ റമളാനും നോമ്പ് തുറക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ നരകത്തിന് മോചിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവസാനം മരിക്കുമ്പം ഈമാനോടുകൂടെ തൗബയോടുകൂടെ സ്വർഗത്തിൽ ഞങ്ങളെ സ്ഥാനം നേരെ കണ്ട് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നിന്നിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. മരണശേഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കണക്കാക്കിയുള്ള 6 അടി മണ്ണ് ഖബർ കണ്ണെത്താ ദൂരം നീ വിശാലമാക്കി തരണേ റഹ്മാനെ.
ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ അറിവും കഴിവും തൗഫീക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരലോകത്ത് ഹൗദുൽ ഖൗസർ കുടിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. വലത് കയ്യിൽ കർമ്മരേഖ തന്ന് ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഏറ്റവും എളുപ്പത്തിലുള്ള വിചാരണ തന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഇടിമിന്നൽ വേഗത്തിൽ സിറാത്ത് കടന്നു പോകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കഠിനകഠോരമായ നരകശിക്ഷയിൽ നിന്ന് കുടുംബസമേതം നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കച്ചവടത്തിലും കൃഷിയിലും ജീവിതോപാധിയിലും ആരോഗ്യത്തിലും സമയത്തിലും ഇണകളിലും സന്താനങ്ങളിലും വരുമാനങ്ങളിലും ഹൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മാറാവ്യാധി മാരക രോഗത്തെ തൊട്ട് താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.